ഹായ് മക്കളെ, അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിന്റെ വീഡിയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് കൂടി കാണാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സെറ്റ് ആട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കൺസിഡർ ദ സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5, ബി ഇസ് ഈക്വൽ ടു 1 4 9 16 25. ഓക്കെ, എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് 1 തന്നിട്ടുണ്ട്, എഫ് ഓഫ് 3 തന്നിട്ടുണ്ട്, എഫ് ഓഫ് 4 തന്നിട്ടുണ്ട്, എഫ് ഓഫ് എഫ് ഓഫ് 2 കൂടി ഉണ്ട് കേട്ടോ. എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 4, എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 4. ഡാറ്റയുടെ മിസ്സിംഗ് ആയതാണ്. എഫ് ഓഫ് 2 4. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഷോ ദാറ്റ് എഫ് ഈസ് 1 to 1. എഫ് 1 1 ഫംഗ്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് എഫ് ഈസ് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡസ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പിക്ചോറിയൽ ഡയഗ്രാം വരക്കാണ്. ആരോ ഡയഗ്രാം. ഇത് സെറ്റ് എ, ഇത് സെറ്റ് ബി. സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കാണ് എൻ്റെ ഫംഗ്ഷൻ എഫ്. റെഡി? അപ്പോൾ സെറ്റ് എയിലെ എലമെൻറ്റ്സ് ഒക്കെ എഴുതാമല്ലോ. സെറ്റ് എയിലെ എലമെൻറ്റ്സ് നോക്കിയേ, ആരൊക്കെയാ? 1 2 3 4 5. സെറ്റ് ബിയിലെ എലമെൻറ്റ്സ് 1 4 9 16 25. മക്കളെ നോക്കണം, മാപ്പിംഗ് നോക്ക്. എഫ് ഓഫ് 1 1 ആ. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 1ന്റെ ഇമേജ് എന്താ മക്കളെ? 1. റെഡി? 1ന്റെ ഇമേജ് 1. ഇതാ 1 ഈസ് മാപ്ഡ് ടു 1. റെഡി? എഫ് ഓഫ് 2 4 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, 2ന്റെ ഇമേജ് 4, എഫ് ഓഫ് 3 9, 3യുടെ ഇമേജ് 9, എഫ് ഓഫ് 4 16, 4ന്റെ ഇമേജ് 16, 5ന്റെ ഇമേജ് 25. റെഡി? കിട്ടി. ഷോ ദാറ്റ് എഫ് ഈസ് 1 to 1. ചിത്രം കണ്ടാൽ തന്നെ അറിയില്ലേ, സെറ്റ് എയിലെ എല്ലാ എലിമെന്റുകൾക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് അല്ലേ മക്കളെ? എഫ് 1 1 ആണ്. ക്ലിയർ? ഷോ ദാറ്റ് എഫ് ഈസ് ഓൺ ടു. എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? ഓൺ ടു ഡെഫിനിഷൻ എഴുതണട്ടോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓൺ ടു ഫംഗ്ഷനുള്ള കണ്ടീഷൻ എന്താ? സെറ്റ് ബി രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലിമെന്റുകൾക്കും അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജ് എങ്കിലും ഉണ്ടായിരിക്കണം. എവറി എലമെന്റ് ഇൻ സെറ്റ് ബി ഷുഡ് പൊസസ് അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജ് ഇൻ സെറ്റ് എ. അല്ലേ? എടാ, എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് ഇല്ലേ? 1 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്, 16 25 ഉണ്ട് അല്ലേ? സോ എഫ് ഈസ് ഓൺ ടു. ക്ലിയർ? ഓക്കെ, യെസ്. എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ? എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ എന്നാ ചോദ്യം. ഇൻവേർട്ടിബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താ? ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം അല്ലേ? 1 1 ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷനും ആണ് എങ്കിൽ ആ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ് ഇൻവേർട്ടിബിൾ. റെഡി? ഇവിടെ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. സോ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. യു ക്യാൻ ടേക്ക് ദ ഇൻവേർട്ടിബിൾ ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. യെസ്, എഫ് ഈസ് ഈക്വൽ ടു എഫ് ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് കേട്ടോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കുറച്ച് വലിയ ഫംഗ്ഷനാണ്, x² - 3x + 2. കണ്ടുപിടിക്കേണ്ടത് എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതുപോലെ എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ 1 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എക്സിന് പകരം 1 കൊടുത്താൽ മതി. കറക്റ്റ്? ഇപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ അറിയാം. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ എങ്ങനെ നമ്മൾ എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സിനെ കണ്ടുപിടിക്കാം മക്കളെ? എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് നോക്കിക്കോ. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് വരുമ്പോൾ എൻ്റെ ഫംഗ്ഷൻ എന്താ വരുന്നു? എക്സിന്റെ സ്ക്വയർ മൈനസ് 3x + 2 അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സ് ആണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? എക്സിന് പകരം എഫ് ഓഫ് എക്സിന് കൊടുക്കണം അല്ലേ? അതായത് എഫ് ഓഫ് എക്സിന്റെ ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എഫ് ഓഫ് എക്സ് + 2 അല്ലേ? എഫ് ഓഫ് എക്സിന്റെ റിസൾട്ട് നമുക്കറിയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സിനെ മാറ്റുക, എക്സിന് പകരം ആരെ കൊടുക്കുക? എഫ് ഓഫ് എക്സിനെ കൊടുക്കുക കേട്ടോ. എടാ, എഫ് ഓഫ് എക്സ് ആരാ? എന്താ? x² - 3x + 2 ഹോൾ സ്ക്വയർ. കറക്റ്റ്? മൈനസ് 3 ഇൻറ്റു അഗെയിൻ എഫ് ഓഫ് എക്സ് ആരാ മക്കളെ? x² - 3x + 2 + 2. റെഡി? x² - 3x + 2 ഹോൾ സ്ക്വയർ. 3 ടേംസ് ഉണ്ടെങ്കിൽ എങ്ങനെ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുക? റിസൾട്ട് ഓർമ്മയുണ്ടോ? a + b + c ദ ഹോൾ സ്ക്വയർ, a² b² c²
2ab 2bc 2ac. ഇതായിരുന്നു റിസൾട്ട്. അറിയാത്തവരുണ്ട് നോട്ട് ചെയ്യണേ. a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്തായിരുന്നു? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ 2ab പ്ലസ് 2bc 2 പ്ലസ് 2ac. റെഡി? യെസ്. അപ്പൊ ശ്രദ്ധിക്കുക, ആ റിസൾട്ട് നമുക്ക് ആ ഫസ്റ്റ് സ്ഥാനത്തിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കിക്കോ, എക്സ് സ്ക്വയർ. എടാ എക്സ് സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ എന്താ? x⁴. റെഡി? യെസ്. പ്ലസ് മൈനസ് 3x സ്ക്വയർ. മൈനസ് 3x സ്ക്വയർ. മൈനസ് 3 സ്ക്വയർ 9 ആണ്. എക്സിന്റെ സ്ക്വയർ x സ്ക്വയർ ആണ്. റെഡി? യെസ്. 2 സ്ക്വയർ 4 ആയോ? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിട്ടാ. ഇനി 2 ab വേണം, 2 bc വേണം, 2 ac വേണം. 2 ab, a x സ്ക്വയറും b മൈനസ് 3x അല്ലേ? എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 3x ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -3x³ അല്ലേ? യെസ്. 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കിട്ടും മക്കളെ? -6x³ അല്ലേ? -6x³. റെഡിയാണോ? 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു -3x എന്ന് പറയുമ്പോൾ 2 - 3 ഇൻറ്റു ചെയ്താൽ -6, x² x ഇൻറ്റു ചെയ്താൽ x³ കേട്ടോ. ഇനി 2ab ആയി. 2bc മക്കളെ 2 ഇൻറ്റു ബി ആരായിരുന്നു? -3x ആണ്. ഇൻറ്റു സി ആരായിരുന്നു? 2 അല്ലേ? 2 ഇൻറ്റു -3x ഇൻറ്റു 2 എത്ര കിട്ടുവാടാ? 2 ഇൻറ്റു -3 -6, -6 ഇൻറ്റു 2 -12, -12x. റെഡി? യെസ്. അപ്പൊ 2ab ആയി, 2bc ആയി, 2ac കൂടി വേണം കേട്ടോ. 2ac 2 ഇൻറ്റു a ആരാ? എക്സ് സ്ക്വയർ. സി ആരാ? 2. 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ 2 എത്ര കിട്ടും? 4x². റെഡി? ഇത്രയാണ് എന്ത്? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2ൻ്റെ ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ. ഞാൻ ആദ്യം എഴുതിയിരുന്ന് നോട്ട് ചെയ്തിരിക്കണം. a പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ. അതിനുശേഷം റിസൾട്ടിലേക്ക് വരിക കേട്ടോ. യെസ്. അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. ഇവിടെ -3 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ത് വരും? -3x². -3 ഇൻറ്റു -3x പ്ലസ് 9x. -3 ഇൻറ്റു +2 -6, പുറത്തൊരു +2. റെഡി? -3x² മൈനസ് പ്ലസ് 9x -3 ഇൻറ്റു 6. ഇനി എല്ലാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇവിടെ നോക്കിക്കോ, x⁴ പ്ലസ് 9x² പ്ലസ് 4 -6x³ -12x 4x² -3x² പ്ലസ് 9x -6 പ്ലസ് 2. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം മക്കളെ. ഏറ്റവും ഹയസ്റ്റ് പവർ x⁴ ആണ്. അത് അങ്ങനെ തന്നെ എഴുതി x⁴, കാരണം വേറെ raised-4 വരുന്ന ആരുമില്ല കേട്ടോ. ഇനി ക്യൂബ് വരുന്ന ടേം ഉണ്ടല്ലോ, -6x³ എഴുതിക്കോ, -6x³. റെഡി? ഇനി ശ്രദ്ധിക്കുക, സ്ക്വയർ ടേംസ് ഉണ്ടോ നോക്കിയേ. പ്ലസ് 9x² ഉണ്ട്, പ്ലസ് 4x² ഉണ്ട്, -3x² ഉണ്ട്. അവരൊക്കെ ഗ്രൂപ്പ് ചെയ്ത് എത്ര കിട്ടും? 9 + 4 13. 13 - 3 ചെയ്താൽ 10x² കേട്ടോ. 10x². റെഡി? ഓക്കെ. ഇനി എക്സിന്റെ ടേം ചെക്ക് ചെയ്യാം. എക്സിന്റെ ടേം ഇതാ ഇവിടെ -12x ഉണ്ട്, ഇവിടെയോ പ്ലസ് 9x ഉണ്ട്. -12 + 9 ചെയ്യുമ്പോൾ -3x അല്ലേ? -3x. റെഡി? യെസ്. ഇനി ബാക്കിയുള്ള കോൺസ്റ്റന്റുകൾ കേട്ടോ. 4 -6 പ്ലസ് 2 4 - 6 4 - 6 എത്ര കിട്ടും? -2. -2 + 12 ചെയ്താൽ എത്ര കിട്ടും മക്കളെ? നമുക്ക് -2 + 12 ചെയ്താൽ +10 കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഫൈനൽ ഫംഗ്ഷൻ. എഫ് കോമ്പോസിറ്റ് f(x) കണ്ടുപിടിച്ചു. x⁴ -6x³ പ്ലസ് 10x² -3x പ്ലസ് 10 കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എഫ് കോമ്പോസിറ്റ് f(1) കണ്ടുപിടിക്കലല്ലേ ക്വസ്റ്റ്യൻ. എഫ് കോമ്പോസിറ്റ് f(x) അറിയാമെങ്കിൽ എഫ് കോമ്പോസിറ്റ് f(1) എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് കാണുന്നിടത്തൊക്കെ എന്ത് കൊടുക്കാം? 1 കൊടുക്കാം കേട്ടോ. 1⁴ 1 മൈനസ് 6 × 1³ 6 പ്ലസ് 10 × 1² 10 × 1 10 മൈനസ് 3 × 1 3 പ്ലസ് 10 കേട്ടോ. ഇപ്പം ആൻസർ എത്ര കിട്ടും? 10 + 10 ചെയ്താൽ 20 20 - 3 17 17 - 6 എത്ര കിട്ടും? 17 - 6 11 11 + 1 12 എന്ന ആൻസർ കിട്ടും കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നോക്കിക്കോ, 10 + 10 20 20 - 3 17 17 - 6 11 11 + 1 റെഡി? യെസ്. അപ്പം ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് കോമ്പോസിറ്റ് f(x) കണ്ടിട്ട് പേടിക്കരുത്.
ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് പഠിച്ച ആളുകൾക്ക് എഫ് കോമ്പോസിറ്റ് എഫ് നിസ്സാരം കേട്ടോ. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ശ്രദ്ധിക്കാം, കുറച്ച് പ്രശ്നമാണ്. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് ടു ഫോം എ നോൺ സീറോ റിഫ്ലക്സീവ് റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് n എലമെന്റ്സ്? ശ്രദ്ധിക്കാം, ഒരു സെറ്റിനകത്ത് ലെറ്റ് ഇറ്റ് ബി എ. ഈ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ 3 എലമെന്റ്സ് ഉണ്ട്, 1 2 3. സെറ്റ് ചെയ്യൽ ഏതൊക്കെയാണ് എലമെന്റ്സ് ഉണ്ട്? 1 2 3 കേട്ടോ. യെസ്, നമ്മളുടെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് ടു ഫോം എ നോൺ സീറോ റിഫ്ലക്സീവ് റിലേഷൻ? മക്കളെ, സെറ്റ് എയിൽ നമുക്കൊരു റിഫ്ലക്സീവ് റിലേഷൻ കിട്ടണം. സെറ്റ് എയിൽ ഒരു റിഫ്ലക്സീവ് റിലേഷൻ കിട്ടണം സച്ച് ദാറ്റ് എത്ര മിനിമം ഓർഡേർഡ് പെയർസ് ഉണ്ടായിരിക്കണം? അത് റിഫ്ലക്സീവ് റിലേഷൻ ആണ് എന്നാ ചോദ്യം. റിഫ്ലക്സീവ് ആളുടെ കണ്ടീഷൻ എന്താ? ഇപ്പൊ സെറ്റ് എ 1 2 3 എടുത്തു, 1 2 3 ആണ് അതിലെ എലമെന്റ്സ് അല്ലേ? റിഫ്ലക്സീവ് ആളുടെ കണ്ടീഷൻ ഈ റിലേഷനകത്ത് ആരൊക്കെ വേണം? 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം, 3 3 ഉണ്ടായിരിക്കണം. ഇത് 3 നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണേ അല്ലേ? 1 1 2 2 3 3 നിർബന്ധമായിട്ടും എവിടെ ഉണ്ടായിരിക്കണം? എൻ്റെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ 1 2 3 ഉള്ള റിലേഷൻ റിഫ്ലക്സീവ് ആകത്തുള്ളൂ അല്ലേ? മക്കളെ, ഇപ്പോൾ ഇവിടെ ഒരു 4 കൂടി ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക, ഈ റിലേഷൻ റിഫ്ലക്സീവ് ആവാൻ ഏത് ഓർഡേർഡ് പെയർ കൂടി വേണം? 4,4 കൂടി വേണം. മിനിമം ആണേ പറയുന്നത്. ഇതിൻ്റെ കൂടെ ഇനി 1,2 ഉണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2,1 ഉള്ളതുകൊണ്ട് പ്രശ്നമുണ്ടോ? 3,4 ഉള്ളതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. റിഫ്ലക്സീവ് ആയുള്ള കണ്ടീഷൻ എന്താ? മിനിമം 1 1 2 2 3 3 4 4 ഉണ്ടായിരിക്കണം. കറക്റ്റ്? യെസ്. അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ എടുത്താൽ ചെയ്തല്ലേ? ശ്രദ്ധിക്കുക, ഇപ്പോൾ സെറ്റ് എയില് n എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ, സെറ്റ് എയില് n എലമെന്റ്സ് ആണ് ഉള്ളത് എങ്കിൽ ശ്രദ്ധിക്കുക, n എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ശ്രദ്ധിക്കുക, സെറ്റ് എ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇത്രയും n എലമെന്റ്സ് ആ എലമെന്റുകളോട് തന്നെ റിലേഷനിൽ വരണം അല്ലേ? 1 2 3 എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? 1 1 2 2 3 3 3 ഓർഡർ പേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ? ഇപ്പോൾ 4 കൂടി ഉണ്ടെങ്കിലോ 1 1 2 2 3 3 4 4 4 ഓർഡർ പേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ? മിനിമം. അപ്പോൾ n എലമെന്റ്സ് ആണെങ്കിൽ മക്കളെ മിനിമം n ഓർഡർ പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. റെഡി? ആ n ഓർഡർ പേഴ്സ് എങ്ങനെ ആയിരിക്കണം? ആ എലമെന്റുകളോട് തന്നെ റിലേഷനിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരണ്ടേ? n number of ordered pairs should be there. Okay? Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിട്ടി. On the set R of real numbers, റിയൽ നമ്പേഴ്സിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. S is a relation defined as, സാധാരണഗതിയിൽ R എന്നൊക്കെ തരാറല്ലേ, ഇവിടെ S എന്നാണ് തന്നെ. S എന്ന റിലേഷനിൽ എന്താ പറഞ്ഞിട്ടല്ലേ? ഈ എസിനകത്തെ എല്ലാ എലമെന്റുകളും ഈസ് ഇൻ ദ ഫോം ലൈക്ക് an ordered pair x, y such that എക്സ് എന്ന് പറയുന്ന ആളും വൈ എന്ന് പറയുന്ന ആളും റിയൽ നമ്പേഴ്സ് ആണ്. റെഡി? ഇനി കണ്ടീഷൻ എന്താണെന്നുള്ളേ? എക്സ് പ്ലസ് വൈ ചെയ്താൽ എന്താ ആൻസർ കിട്ടണം? എക്സ് വൈ എന്ന് കിട്ടണം. ഈ ഒരു ഡാറ്റ, ഈ ഒരു കണ്ടീഷൻ അംഗീകരിക്കുന്ന, ഒബേ ചെയ്യുന്ന ആളുകൾ മാത്രം മതി ഈ സെറ്റിനകത്ത്. റെഡിയാണേ? അപ്പോൾ ഈ കണ്ടീഷൻ അനുവദിക്കുന്ന അല്ലെങ്കിൽ സമ്മതിക്കുന്ന എക്സും വൈകളും മാത്രം മതി, അങ്ങനെയുള്ള മക്കൾ മാത്രം മതി അവിടെ. യെസ്. ഫൈൻഡ്, ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് എ എലമെന്റ് ഓഫ് ആർ, അതായത് റിയൽ നമ്പേഴ്സിലെ ഒരു എലമെന്റ് ആണ് എ, സച്ച് ദാറ്റ് എ ഈസ് നെവർ ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് എൻ ഓർഡേർഡ് പെയർ. ഈ റിലേഷനിലെ ഓർഡേർഡ് പെയർസ് എടുക്കുമ്പോൾ എ എന്ന് പറയുന്ന സംഖ്യ ആദ്യത്തെ നമ്പർ ആയി വരരുത്. റെഡി? ആൻഡ് ഓൾസോ ഫൈൻഡ് ബി എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് ബി ഈസ് നെവർ ദി സെക്കൻഡ് എലമെന്റ് ഓഫ് എൻ ഓർഡേർഡ് പെയർ. ഈ റിലേഷനിൽ ഒബേ ചെയ്യുന്ന ഓർഡേർഡ് പെയർസ് എടുക്കുമ്പോൾ എ കോമ ബി എക്സ് കോമ വൈ അല്ലേ എൻ്റെ ഓർഡേർഡ് പെയർ. ശ്രദ്ധിക്കുക, അതിലെ രണ്ടാമത്തെ എലമെന്റ് എന്ത് വരരുത്? ബി വരരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എ ആവരുത്, ദാറ്റ് ഈസ് എക്സിന്റെ വാല്യൂ എന്താവരുത്? എ ആവരുത്. വൈന്റെ വാല്യൂ എന്താവരുത് മക്കളെ? ബി ആവരുത്. ആ എയും ബി ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ആ എയുടെ വാല്യൂയും ബിയുടെ വാല്യൂ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ? അപ്പോൾ എക്സിന് ഒരു നമ്പർ കൊടുക്കാൻ പാടില്ല, അതാണ് എ. ആ എ എന്തായിരിക്കണം? കണ്ടുപിടിക്കണം.
വൈക്ക് ഒരു നമ്പർ കൊടുക്കാൻ പാടില്ല. ആ നമ്പറാണ് ബി. ആ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം കേട്ടോ. കുറച്ചൊന്ന് ടെസ്റ്റിംഗ് ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, ഒന്ന് കോവിഡ് ആ ഒരു ടൈമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. 2020-18 ആ ടൈമിലാന്ന് തോന്നുന്നു കേട്ടോ. ശ്രദ്ധിക്കാം. ഇവിടെ റിലേഷൻ എന്തായിരുന്നു മക്കളെ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ അല്ലേ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് വൈ അല്ലേ? ശ്രദ്ധിക്കണടാ. ഞാനേ ഇവിടെ നോക്കിക്കേ, എക്സ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് വൈ നിർത്തും. ഒന്നുമില്ല, പ്ലസ് വൈനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. റെഡി? യെസ്. എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ വൈ ഗ്രൂപ്പ് ചെയ്യാലോ. എന്ത് കിട്ടും നമുക്ക്? എക്സ് മൈനസ് 1 കിട്ടില്ലേ? എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് മൈനസ് 1 കിട്ടില്ലേ? മക്കളെ നോക്കടാ, എക്സ് ബൈ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു വൈ. എക്സ് ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു വൈ. ഞാൻ ഇവിടെ എഴുതുന്നുണ്ടേ, എക്സ് ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു വൈ. കിട്ടിയ? ഓക്കെ. നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻ രൂപത്തിൽ ആളെ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഡിനോമിനേറ്റർ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. ഇവിടെ ഡിനോമിനേറ്റർ ചെക്ക് ചെയ്തേ, എക്സ് മൈനസ് 1 അല്ലേ ഡിനോമിനേറ്റർ അല്ലേ? അപ്പൊ ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. എക്സ് മൈനസ് 1 0 വരാൻ പാടില്ല. എക്സ് മൈനസ് 1 എപ്പോഴാ 0 വരിക? എക്സിന് 1 കൊടുക്കുമ്പോഴാണല്ലോ അല്ലേ? അല്ലേ? എക്സിന് ഞാൻ 1 കൊടുത്താൽ 1 മൈനസ് 1 ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പോൾ ഒരു കാരണവശാലും മക്കളെ എക്സിന് എന്ത് കൊടുക്കരുത്? 1 എന്ന് പറയുന്ന നമ്പർ കൊടുക്കരുത്. ക്ലിയർ ആണോ? അപ്പോൾ എക്സിന് കൊടുക്കരുത് എന്ന് പറയുന്ന നമ്പർ ഏതാ? 1. കിട്ടിയോ? എ കിട്ടിയില്ലേ? എ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അതന്നെയല്ലേ ക്വസ്റ്റ്യൻ. സച്ച് ദാറ്റ് എ ഈസ് നെവർ ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് എൻ ഓർഡേഡ് പെയർ. ഫസ്റ്റ് എലമെന്റ് ഓർഡേഡ് പെയർ എടുത്താൽ എക്സ് കോമ വൈ അല്ലേ? അതിൽ ഫസ്റ്റ് എലമെന്റ് ആരാ? എക്സ്. എക്സിന് കൊടുക്കരുതാത്ത സംഖ്യ ഏതായിരുന്നു? 1. റെഡി? യെസ്. സിമിലർലി നമുക്ക് ആരെയും കണ്ടുപിടിക്കാം. വൈക്ക് ഒരു നമ്പർ കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് അല്ലേ? ആ നമ്പർ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. സെയിം സ്ട്രാറ്റജി, എക്സ് പ്ലസ് വൈ എക്സ് വൈ എടുക്കും. ഞാനിവിടെ വൈ എടുത്തത് പകരം നിങ്ങൾ എക്സിനെ ഷിഫ്റ്റ് ചെയ്യുക, എക്സിനെ ഗ്രൂപ്പ് ചെയ്യുക കേട്ടോ. ശ്രദ്ധിക്കണേ, ഞാനിവിടെ മായ്ക്കുന്നുണ്ട്. യെസ്, ശ്രദ്ധിക്കാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ. റെഡിയാണേ? യെസ്. അപ്പോൾ നേരത്തെ നമ്മൾ വൈ അല്ലേ ഷിഫ്റ്റ് ചെയ്തേ? ഞാനിവിടെ ഷിഫ്റ്റ് ചെയ്തു. വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് എക്സ്. എക്സ് വൈ മൈനസ് എക്സ്. റെഡി? വൈ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചേ, എക്സ് ഗ്രൂപ്പ് ചെയ്താൽ മക്കളെ വൈ മൈനസ് 1. വൈ മൈനസ് 1 എന്ത് കിട്ടൂടാ? വൈ ബൈ വൈ മൈനസ് 1 ഈക്വൽ ടു എക്സ്. റെഡിയാണോ? ഓക്കെ അല്ലേ? യെസ്, പറഞ്ഞോ. വൈ ബൈ വൈ മൈനസ് 1, ഡിനോമിനേറ്റർ 0 ആവരുത് അല്ലേ? അപ്പോൾ വൈക്ക് ഏത് നമ്പർ കൊടുത്താലും ആ ഡിനോമിനേറ്റർ 0 ആയി പോവാ. ഒബ്വിയസ് ആണേ. വൈക്ക് 1 കൊടുത്താൽ 1 മൈനസ് 1 0 ആണ്. കറക്റ്റ്. അപ്പോൾ ഒരു കാരണവശാലും വൈക്ക് എന്ത് കൊടുക്കരുത്? വൈ ഒരു കാരണവശാലും 1 ആവരുത്. ഓക്കെ, അപ്പോൾ വൈക്ക് 1 കൊടുക്കരുത്, വൈയുടെ വാല്യൂ 1 ആവരുത് എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ? സോ ബി ഇസ് ഈക്വൽ ടു 1. 2 വാല്യൂ കിട്ടിയിട്ടാ. എക്സിനും വൈക്കും കൊടുക്കരുതാത്ത സംഖ്യകൾ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. 2ഉം കിട്ടി. എക്സിന്റെ വാല്യൂ 1 കൊടുക്കരുത്, വൈയുടെ വാല്യൂ 1 കൊടുക്കരുത്. റെഡിയല്ലേ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് റേഞ്ച് ഓഫ് ഓൺ ടു ഫംഗ്ഷൻ? ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തത് കേട്ടോ. ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു ബി, ഇത് ഓൺ ടു ആണ് എന്ന് നമുക്ക് തരും അല്ലേ? ദെൻ റേഞ്ച് ഓഫ് എഫ് എന്താണെന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ ബി എന്ന് ആൻസർ ചെയ്തു, കോഡൊമൈൻ അല്ലേ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, റേഞ്ച് ഓഫ് ഓൺ ടു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടു വൈ. ശ്രദ്ധിക്കുക, റേഞ്ച് ഓഫ് എഫ് എന്തായിരിക്കണം മക്കളെ? റേഞ്ച് ഓഫ് എഫ് വൈ ആയിരിക്കണം കേട്ടോ. സെറ്റ് വൈ രണ്ടാമത്തെ സെറ്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, എക്സ് ആവരുത്, സബ്സെറ്റ് ഓഫ് എക്സ് അല്ല, നൺ ഓഫ് ദിസ് അല്ല. റേഞ്ച് ഓഫ് എഫ് എന്താണ്? വൈ, രണ്ടാമത്തെ സെറ്റ് കേട്ടോ. സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പറഞ്ഞു പോയത്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ദ ഫംഗ്ഷൻ പി ഈസ് ഡിഫൈൻഡ് ആസ്. പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ ഡിഫൈൻ ചെയ്യുന്നത്? ടു ഈച്ച് പേഴ്സൺ ഓൺ എർത്ത് ഈസ് അസൈൻഡ് എ ഡേറ്റ് ഓഫ് ബർത്ത്. ഈസ് ദിസ് ഫംഗ്ഷൻ 1 കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് തിങ്ക് കേട്ടോ. ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻ ആണേ. അതായത് എല്ലാ മനുഷ്യർക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് അല്ലേ? എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജനിച്ച ദിവസം അല്ലേ? റെഡി? യെസ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആയിരിക്കുമോ എന്ന ചോദ്യം അല്ലേ? അതായിരിക്കൂടാ. ഇപ്പോൾ നോക്കിയേ, ഞാൻ ഒരുപാട് ആളുകൾ എക്സ് വൈ സെഡ് പി ക്യു ആർ ഇതൊക്കെ ഒരാളുകളാണ്.
ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും അല്ലേ? 2003 നവംബർ 11, 1994 മെയ് 28 അല്ലേ? സി മെയ് 28 എന്നൊരു തീയതി എടുത്തു കഴിഞ്ഞാൽ ആ തീയതി ഞാൻ മാത്രമാണോ ജനിച്ചിട്ടുണ്ടാവുക? അല്ല, വേറെ ആളുകൾ ജനിച്ചിട്ടുണ്ടാവും. കറക്റ്റ്. അപ്പോൾ അത് ഫംഗ്ഷൻ 1-1 ആയിരിക്കുമോ മക്കളെ? ഇല്ല, 1-1 ആയിരിക്കില്ല കേട്ടോ. സി ഒരേ ദിവസം ജനിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അല്ലേ? യെസ്. അപ്പോൾ അവരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആയിരിക്കും. അപ്പോൾ ആ ഫംഗ്ഷൻ 1-1 ആയിരിക്കുമോ? ഇല്ല. റെഡി? ഓക്കെ. 1-1 ആളുടെ കണ്ടീഷൻ എന്താ? കൃത്യമായി എല്ലാ എലമെൻറ്റിനും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് വേണം അല്ലേ? ഒരു ദിവസം ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ലോകത്ത് വേറെ ആരും ജനിക്കരുത്, എന്നാൽ 1-1 ആവും. റെഡി? ഓക്കെ. അപ്പോൾ ഫംഗ്ഷൻ എന്തല്ല? 1-1 അല്ല. ഓക്കെ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π/2. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π/2 നിന്ന് എങ്ങോട്ടേക്കാ? റിയൽ നമ്പേഴ്സിലേക്ക്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് കേട്ടോ. ജി ഓഫ് എക്സ് എത്രയാ? കോസ് എക്സ്. ഷോ ദാറ്റ് എഫ് ആൻഡ് ജി ആർ 1-1 ഫംഗ്ഷൻ. എഫും ജിയും 1-1 ഫംഗ്ഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെയും സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഗ്രാഫ് അറിയില്ലേ? എന്താ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഓർമ്മയുണ്ടോ? ഞാൻ അവിടെ വരയ്ക്കാം. ഇതാ, യെസ്, 0 π/2 π 3 π/2 2π അല്ലേ? -π -3 π/2 -π, സോറി, യെസ്, ഇങ്ങനെയായിരുന്നില്ല ഗ്രാഫ്? ഇങ്ങനെയായിരുന്നു ഗ്രാഫ് അല്ലേ? ഈ മാക്സിമം വാല്യൂ എത്രയായിരുന്നു? 1. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ -1. റെഡി? അപ്പോൾ ഈ ഫംഗ്ഷൻ 1-1 ആണോ എന്ന് തെളിയിക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൊത്തം ഫംഗ്ഷൻ്റെ മൊത്തം ഡൊമൈൻ എടുക്കണ്ട. എവിടെ മാത്രം എടുത്താൽ മതി മക്കളെ? 0 to π/2 അല്ലേ? 0 മുതൽ π/2 വരെയുള്ള നമ്പേഴ്സ് മാത്രം നമുക്ക് എക്സിന് കൊടുത്താൽ മതി. 0 to π/2 എന്ന് പറയുന്ന റീജിയൻ ഏതാ? ഈ റീജിയൻ 0 to π/2 കാണുന്നുണ്ടോ? 0 to π/2 കേട്ടോ. അപ്പോൾ ആ റീജിയനിലുള്ള ആളുകൾ മാത്രം എടുത്താൽ മതി. ആ റീജിയനിലുള്ള എക്സ് വാല്യൂസ് എടുക്കുന്ന സമയത്ത് ഫംഗ്ഷൻ 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കേട്ടോ. ഇവിടെ നോക്കടാ, ഇവിടെ നോക്കിയേ, ഇത് 0, ഇത് π/2 അല്ലേ? ഈ ഒരു പോർഷൻ മാത്രം എടുത്താൽ മതി സൈൻ എക്സിൻ്റെ. ഇപ്പം ഈ ഒരു ഭാഗം എടുക്കുന്ന സമയത്ത് മക്കളെ ഫംഗ്ഷൻ 1-1 ആണോ ചെക്ക് ചെയ്താൽ മതി. എടാ 0 കൊടുത്താൽ സൈൻ 0 0, π/2 കൊടുത്താൽ സൈൻ 90 1 അല്ലേ? സൈൻ 30 1/2, സൈൻ 60 √3/2, സൈൻ 45 1/√2 അല്ലേ? എല്ലാം ഡിഫറെൻറ്റ് വാല്യൂസ് അല്ലേ? 0 മുതൽ 90 വരെയുള്ള നമ്പേഴ്സ് കൊടുക്കുമ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ ഏതെങ്കിലും വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് മക്കളെ ഇത് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഇറക്കി പൈയിലേക്ക് മുട്ടിച്ചാൽ റിപ്പീറ്റ് ചെയ്തു കേട്ടോ. ഇവിടെ നോക്കടാ, സൈൻ 0ൻ്റെ വാല്യൂ 0 വരും, പൈൻ്റെ വാല്യൂ എന്താ? 0 ആണ്. അപ്പോൾ ഫംഗ്ഷൻ എന്താവില്ല? 1-1 ആവില്ല കേട്ടോ. പക്ഷെ നമുക്ക് ആ റീജിയനിലേക്ക് പോകണ്ട. 0 മുതൽ π/2 വരെയുള്ള റീജിയൻ മാത്രം എടുത്താൽ മതി. ക്ലിയർ? അപ്പോൾ 0 to π/2 ആണെങ്കിൽ 0 to π/2ലുള്ള എല്ലാ എക്സ് എലമെൻറ്റുകൾക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണ് ഉള്ളത്. സോ ദാറ്റ് മീൻസ് സൈൻ എക്സ് ഈസ് 1-1 ഇൻ ദാറ്റ് ഇൻ്റർവൽ കേട്ടോ. സെയിം സിനാരിയോ നമുക്ക് കോസ് എക്സിനെ ഡിഫൈൻ ചെയ്യാം. റെഡി അല്ലേ? കോസ് എക്സിൻ്റെ ഗ്രാഫ് ശ്രദ്ധിക്കുക. മൊത്തം ഗ്രാഫ് എടുക്കണ്ട. ഇവിടെയും കോസ് എക്സിന് നമുക്ക് എന്തെടുത്താൽ മതി? യെസ്, 0 to π/2 മാത്രം എടുത്താൽ പോരെ. എങ്ങനെ ഗ്രാഫ് വരയ്ക്കണ്ടേ? ഇതാ കോസ് 0ൻ്റെ വാല്യൂ അറിയോ? കോസ് 0ൻ്റെ വാല്യൂ 1 കേട്ടോ. കോസ് 0ൻ്റെ വാല്യൂ 1. കോസ് π/2ൻ്റെ വാല്യൂ എത്രയാ? π/2 കൊടുക്കുമ്പോൾ ആൻസർ എന്താ? 0. റെഡി? യെസ്, കോസ് 0 1 ആണ്. കോസ് π/2 എത്രയാ? 1. കോസ് π/2 0 കേട്ടോ. അപ്പോൾ ഈ റീജിയൻ മാത്രം എടുത്താൽ മതി മക്കളെ. ശ്രദ്ധിച്ചടാ, ഈ റീജിയൻ എടുക്കുന്ന സമയത്ത് ഫംഗ്ഷൻ 1-1 അല്ലേ? എല്ലാ എക്സ് എലമെൻറ്റുകൾക്കും കൃത്യമായി ഡിസ്റ്റിങ്ക്റ്റ് ആയി ഒരു വൈ എലമെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ. ആർക്കെങ്കിലും 2 പേർക്ക് സെയിം ഇമേജ് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മൾ വേണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ എടുത്ത് വരക്കായിരുന്നു കോസ് എക്സിൻ്റെ ഗ്രാഫ് അല്ലേ? അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? 0 to π/2 റീജിയൻ മാത്രം എടുത്താൽ മതി അല്ലേ? ഇത് മൊത്തം എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്തല്ല മക്കളെ? 1-1 അല്ല. കാരണം എന്താ? ഓക്കെ, കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്, കോസ് 2πൻ്റെ വാല്യൂ 1 ആണ്. 1-1 അല്ല. ക്ലിയർ? ഇപ്പം 0 to π/2 മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, 0 to π/2 മാത്രമാണ് എടുക്കുന്നതെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും എന്താണ്? 1-1 ആണ്. ക്ലിയർ? കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 1-1 ആണ്. റെഡി?
അപ്പോൾ ഷോ ദാറ്റ് എഫ് ആൻഡ് ജി ആർ 1 1 എന്നുള്ള ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഗ്രാഫ് വെച്ച് നമ്മൾ പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ വാല്യൂസ് വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. കോസ് 0 1, കോസ് 30 √3/2, കോസ് 60 1/2, കോസ് 45 1/√2, കോസ് 90 0. എല്ലാ എലമെന്റുകൾക്കും നോക്കിക്കേ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് അല്ലേ, ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. കോസ് എക്സ് എന്താണ്? ഫംഗ്ഷൻ 1 1 ആണ് ഇൻ ദാറ്റ് ഇന്റർവൽ. ഓക്കെ, യെസ്. ഈസ് എഫ് പ്ലസ് ജി 1 1? എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആണോ ചെക്ക് ചെയ്യണം. എഫ് പ്ലസ് ജി എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക മക്കളെ? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാ? എഫ് ഓഫ് എക്സ് സൈൻ എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്, ജി ഓഫ് എക്സ് കോസ് എക്സ് ആണ്. എഫ് പ്ലസ് ജി ഒക്കെ കണ്ടുപിടിക്കുന്ന നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്താ വരിക? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ഞാൻ എച്ച് നിർത്തേ. എച്ച് ഓഫ് എക്സ് എന്താ? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇപ്പം ഇത് 1 1 ആണോ എന്നാ ചോദ്യം. എങ്ങനെ ചെക്ക് ചെയ്യാം? ഇവിടെ നോക്കിയേ, എന്താ എച്ച് ഓഫ് 30 ഡിഗ്രി? എച്ച് ഓഫ് 30 ഡിഗ്രി, എച്ച് ഓഫ് 30 ഡിഗ്രി അല്ലെങ്കിൽ എച്ച് ഓഫ് π/6, എച്ച് ഓഫ് π/6. എച്ച് ഓഫ് π/6 എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, സൈൻ π/6 പ്ലസ് കോസ് π/6 അല്ലേ? സൈൻ π/6ന്റെ വാല്യൂ അറിയാം, 1/2 ആണ്. റെഡി? കോസ് π/6ന്റെ വാല്യൂ എത്ര കിട്ടും? √3/2. റെഡി അല്ലേ? സൈൻ π/6 1/2, കോസ് π/6 √3/2 അല്ലേ? അതുപോലെ എച്ച് ഓഫ് π/3 ആണ് ഈ മക്കളെ ആൻസർ. എന്ത് വരടാ? സൈൻ π/3 പ്ലസ് കോസ് π/3. അവിടെ ആൻസർ എന്താ വരിക? സൈൻ π/3 എന്ന് പറയുന്നത് √3/2 ആണ്, കോസ് π/3 എന്ന് പറയുന്നത് എത്രയാ? 1/2 ആണ്. ഇത് രണ്ടും സെയിം അല്ലേ? 1/2 പ്ലസ് √3/2 എന്ന് പറഞ്ഞാലും √3/2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം അല്ലേ? π/6ന്റെ വാല്യൂവും π/3യുടെ വാല്യൂവും രണ്ടും സെയിം വന്നു. മക്കളെ ഫംഗ്ഷൻ 1 1 ആണോ? 1 1 അല്ല കേട്ടോ. അപ്പൊ എഫ് പ്ലസ് ജി 1 1 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ത് എഴുതണം? നോ, ദേ ആർ നോട്ട്. എഫ് പ്ലസ് ജി ഇസ് നോട്ട് 1 1. റെഡി? എക്സാമ്പിൾ തെളിവ് സഹിതം നമ്മൾ നിരത്തിയിട്ടുണ്ട് കേട്ടോ. π/6 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവും π/3 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ രണ്ടും എന്ത് തന്നെയാണ് മക്കളെ? സെയിം ആണ്. സോ ഫംഗ്ഷൻ എഫ് പ്ലസ് ജി ഈസ് നോട്ട് 1 1. ഓക്കെ, യെസ്. ശ്രദ്ധിക്കുക, number of 1 1 functions from a set containing 2 elements to a set containing 3 elements. കേട്ടോ, ശ്രദ്ധിക്കുക. സെറ്റ് എയില് 2 എലമെന്റ് എ ബി കേട്ടോ. സെറ്റ് ബിയില് ശ്രദ്ധിക്കുക, എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ്, പി ക്യു ആർ. ഓക്കെ, ഇപ്പം ഇങ്ങനെയുള്ള ഒരു സിനാരിയോയിൽ ശ്രദ്ധിക്കുക, എത്ര 1 1 ഫങ്ഷൻസ് നമുക്ക് എഴുതാം എന്ന ചോദ്യം കേട്ടോ. ഇതിനൊക്കെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഇക്വേഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ലെങ്കിൽ കൂടിയും ഞാനത് എങ്ങനെ വന്നു എന്നുള്ളത് ജസ്റ്റ് സ്പീഡിൽ പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക, ആദ്യം ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ 1 1 ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എന്താ? 1 1 ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എല്ലാ എലമെൻറ്റുകൾക്കും ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ? ഇപ്പോൾ എയുടെ മാപ്പിംഗ് പിയിലേക്ക് വരുന്നു, ബിയുടെ മാപ്പിംഗ് ക്യൂയിലേക്ക് വരുന്നു. റെഡി അല്ലേ? 1 1 ഫംഗ്ഷൻ ആയില്ലേ? ഇപ്പം ഇതൊരു ഫംഗ്ഷനാണേ. യെസ്. ഇനി മക്കളെ ഇതേ സംഗതി എ ഇവിടെ, ബി, പി ക്യു ആർ. എയുടെ മാപ്പിംഗ് പിയിൽ തന്നെ വെച്ചേ, ബിക്ക് ആറിലേക്ക് കൊടുത്തൂടെ? രണ്ടാമത്തെ ഫംഗ്ഷൻ കിട്ടിയില്ലേ? ഇത് 1 1 അല്ലേ? ഇങ്ങനെയും വന്നൂടെ? ഇവിടെ നോക്കടാ, എ ബി പി ക്യു ആർ. റെഡി? അപ്പോൾ ആദ്യം നമ്മൾ എ പിയിലേക്ക് കൊടുത്തല്ലേ? ഇവിടെ നോക്കിയേ, എ ഞാൻ ക്യൂയിലേക്ക് മാപ്പ് ചെയ്തു. ഇവിടെ 2 കേസ് വരില്ലേ? ഒന്ന് ബി പിയിലേക്കും കൊടുക്കാം, അടുത്ത ഫംഗ്ഷനിൽ ബിയുടെ മാപ്പിംഗ് ഇങ്ങോട്ട് കൊടുക്കാം, ആറിലേക്ക് കൊടുക്കാം അല്ലേ? അപ്പോൾ ആദ്യം 2 കിട്ടി, ഈ ഒരു ടൈപ്പിൽ 2 കിട്ടും. ഇനി ശ്രദ്ധിക്കുക, എയുടെ മാപ്പിംഗ് എനിക്ക് എവിടേക്ക് കൊടുക്കാം? ആറിലേക്ക് കൊടുക്കാം, ബിയുടെ മാപ്പിംഗ് പിയിലേക്കും കൊടുക്കാം, ക്യൂയിലേക്ക് കൊടുക്കാം, അവിടെ 2 കിട്ടും അല്ലേ? 2 + 2 + 2 എത്ര കിട്ടി? 6 ഫംഗ്ഷൻസ് കിട്ടി. റെഡി? ഓക്കെ, അപ്പം ഇതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഇക്വേഷൻ പറഞ്ഞുതരാം. യെസ്, ഇപ്പം ശ്രദ്ധിക്കുക, സെറ്റ് എയിൽ n എലമെൻസും സെറ്റ് ബിയിൽ സെറ്റ് എയിൽ m എലമെൻസും സെറ്റ് ബിയിൽ n എലമെൻസും ആണെങ്കിൽ നമ്പർ ഓഫ് 1 1 ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NCM × m ഫാക്ടോറിയൽ. NCM × m ഫാക്ടോറിയൽ. പെർമ്യൂട്ടേഷൻസ് യൂസ് ചെയ്തില്ല, കാരണം ഒരേ അറേഞ്ച്മെൻറ്റ് തന്നെ 2 ഫാക്ടോറിയൽ വന്നില്ലേ അല്ലേ? എ
പിയിലേക്ക് കൊടുത്തപ്പോൾ ബി നമുക്ക് ക്യൂയിലേക്ക് ആറിലേക്ക് കൊടുക്കാൻ അല്ലേ. എ ആറിലേക്ക് കൊടുത്തപ്പോൾ ബി നമുക്ക് പിയിലേക്കും ക്യൂയിലേക്കും മാപ്പ് ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, NCM ഇൻറ്റു എം ഫാക്ടോറിയൽ കേട്ടോ. ഇവിടെ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ n നമ്പർ ഓഫ് എലമെന്റ്സ് രണ്ടാമത്തെ സെറ്റ് 3 ആണ്. 3C2 ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്താൽ ആൻസർ നിങ്ങൾക്ക് എന്തിനെ കിട്ടും? 6 തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ എമ്മും നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് ബി എന്നുമാണ് എങ്കിൽ ശ്രദ്ധിക്കുക ഇക്വേഷൻ എന്താ? NCM ഇൻറ്റു എം ഫാക്ടോറിയൽ. റെഡി? ഓക്കെ അല്ലേ? യെസ്. ശ്രദ്ധിക്കുക, ഇനി രണ്ടിലെയും എലമെന്റ്സ് സെയിം ആണെന്നിരിക്കാം കേട്ടോ. സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും എലമെന്റുകളുടെ എണ്ണം സെയിം ആണ് എന്നിരിക്കാം. സെറ്റ് എയിലും എം എലമെന്റ്സ് ആണ്, സെറ്റ് ബിയിലും എം എലമെന്റ്സ് ആണെങ്കിൽ അന്നേരം നമ്പർ ഓഫ് വൺ ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കളെ എം ഫാക്ടോറിയൽ കേട്ടോ. എത്രയാണ്? എം ഫാക്ടോറിയൽ. രണ്ട് കേസേ വരുള്ളൂ. ഒന്ന് സെറ്റ് എയിലുള്ള എലമെന്റുകളെക്കാൾ കൂടുതൽ എലമെന്റുകൾ എവിടെ? സെറ്റ് ബിയിൽ ഉണ്ടാവണം. അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു, NCM ഇൻറ്റു എം ഫാക്ടോറിയൽ. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? സെറ്റ് എയിലുള്ള അതേ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് സെറ്റ് ബിയിലും ഉണ്ടെങ്കിൽ അത്രയാണോ എം നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ എം ഫാക്ടോറിയൽ. റെഡി? കുറയില്ല. സെറ്റ് എയിലുള്ള എലമെന്റുകളെക്കാൾ കുറയില്ല എവിടെ? സെറ്റ് ബിയിലുള്ള എലമെന്റുകൾ. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൺ ഫംഗ്ഷൻ കിട്ടില്ല. റെഡി? ഓക്കെ, അപ്പം അത്രയും ഡാറ്റ. ഇത് നമുക്ക് ടെസ്റ്റിന് പുറത്തുള്ള ഡാറ്റയാണ്. ക്ലിയർ? ഓക്കെ, യെസ്. ഇപ്പം രണ്ട് നോട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ശ്രദ്ധിക്കുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ. എന്താണെന്നുള്ളത്? A is equal to set of all x such that x element of z 0 less than x less than or equal to 12. അപ്പോൾ സെറ്റ് എ എഴുതാലോ. സെറ്റ് എ എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ. ആ ഇൻറ്റീജേഴ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് 0യേക്കാൾ വലുതാണ്, 12നേക്കാൾ ചെറുതാണ് അല്ലേ. 0 ലെസ് ദാൻ or equal to x ലെസ് ദാൻ or equal to 12 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഏറ്റവും ചെറിയ നമ്പർ 0, ഏറ്റവും മാക്സിമം വാല്യൂ 12. അതിനിടയിലുള്ള ഇൻറ്റീജേഴ്സ് അല്ലേ. അപ്പോൾ 0, 1, 2, 3, 4, 5, 6 അല്ലേ, 7, 8, 9, 10, 11, 12. ഇത്രയും ആളുകളാണ് സെറ്റ് എയിലുണ്ടാവും. ക്ലിയർ? ഓക്കെ. ഗിവൺ ബൈ റിലേഷൻ എന്താ പറഞ്ഞിട്ടല്ലേ? റിലേഷനിൽ ശ്രദ്ധിക്കുക, റിലേഷൻ കണ്ടെയ്ൻസ് ഓൾ ഓർഡേർഡ് പെയർ x, y such that മോഡുലസ് ഓഫ് x മൈനസ് y is equal to m of 4 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4 കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാ എലമെന്റുകളും ഓർഡേർഡ് പെയറിലാണ്. ഓക്കെ, ഇപ്പൊ സെറ്റ് എയിലുള്ള എല്ലാ ഓർഡേർഡ് പെയർസ് എടുക്കണ്ട. എടാ ഇവിടെ നമുക്ക് 0, 0 ഉണ്ടാവും, 0, 1 ഉണ്ടാവും, 0, 2 ഉണ്ടാവും, 4, 10 ഉണ്ടാവും, 4, 6 ഉണ്ടാവും, 4, 12 ഉണ്ടാവും അല്ലേ. അങ്ങനെ ഇഷ്ടം പോലെ എത്ര 12 എലമെന്റ്സ് അല്ലേ. 12 × 12 144 ഓർഡേർഡ് പെയർസ് ഉണ്ടാവും ഇതിൽ കേട്ടോ. ആ ഓർഡേർഡ് പെയർസ് ഒന്നും വേണ്ട, അത് മൊത്തം വേണ്ട നമുക്ക്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾ മാത്രം മതി. ഏതാ കണ്ടീഷൻ? മോഡുലസ് ഓഫ് x മൈനസ് y ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? യു ഷുഡ് ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ഹിയർ. 4ന്റെ മൾട്ടിപ്പിൾസ് കിട്ടണം അല്ലേ. 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 4 × 1 4, 4 × 2 8, 12, 16, 20, 24 അല്ലേ. 4 × 0 0, -4, -8, -12 ഇതൊക്കെയാണ് 4ന്റെ മൾട്ടിപ്പിൾസ് കേട്ടോ. അപ്പോൾ കുറച്ച് മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? യെസ്, മോഡുലസ് എടുത്താൽ എന്തായാലും പോസിറ്റീവ് ആവുള്ളൂ, പിന്നെ 0 ആവാം. ഇപ്പം നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് ഒഴിവാക്കാം അല്ലേ. 4ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? 0, 4, 8, 12, 16, 20, 24 അല്ലേ, 28, 32, 36, 40 അങ്ങനെ പോകും. ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് നമുക്ക് എന്ത് വരണ്ടേ? ഇവിടെ ആൻസർ ആയിട്ട് വരും. റെഡി? ഓക്കെ. അപ്പോൾ ഷോ ദാറ്റ് ആർ ഈസ് എൻ ഇക്വിവാലൻസ് റിലേഷൻ. ഇക്വിവാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൾസോ റൈറ്റ് ദി ഇക്വിവാലൻസ് ക്ലാസ് ഓഫ് എലമെന്റ് 1. ഇക്വിവാലൻസ് ക്ലാസ്സും എഴുതണം. ശ്രദ്ധിക്കട്ടോ. എങ്ങനെ നമ്മൾ ഇക്വിവാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യും? ആ റിലേഷൻ റിഫ്ലക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം അല്ലേ. യെസ്, ശ്രദ്ധിക്കുക മക്കളെ. റിഫ്ലക്സീവ് ആവുള്ള കണ്ടീഷൻ എന്താ? ഈ സെറ്റ് എയിലെ എല്ലാ എലമെന്റുകളും അതിനോട് തന്നെ റിലേഷനിൽ വരണ്ടേ. സെറ്റ് എയിലെ എലമെന്റുകൾ 0 മുതൽ 12 വരെയുള്ള ആളുകളാണല്ലോ അല്ലേ. അപ്പോൾ 0, 0, 1, 1, 2, 2, 3, 3, 4, 4, 5, 5 അങ്ങനെ പോയി 12, 12 ആ ഒരു ഓർഡർ പെയർ കൂടി എൻ്റെ റിലേഷൻ ഉണ്ടായിരിക്കണം. റെഡി? അപ്പോൾ ഞാൻ x, x എന്നാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ആ റിലേഷൻ ഡിഫൈൻ ചെയ്യുക? x, yന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? മോഡുലസ് ഓഫ് x മൈനസ് y കാണാനാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ x, x ആണ് എങ്ങനെ കണ്ടുപിടിക്കണം? മോഡുലസ് ഓഫ് x മൈനസ്, ഇവിടെ വൈക്ക് പോലെ ഇവിടെ ആരുള്ള x തന്നെ അല്ലേ. മോഡുലസ് ഓഫ് x മൈനസ് x ചെയ്യുമ്പോൾ ആൻസർ എന്താ മക്കളെ? 0.
എടാ 0 എന്ന് പറയുന്ന സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അതെ, 4 into 0 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുക, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ക്ലിയർ? 0 ഇൻറ്റീജർ ആണ്, 4 into ഒരു ഇൻറ്റീജർ ചെയ്യുമ്പോൾ കിട്ടുന്നതൊക്കെ എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. റൈറ്റ്? ഇപ്പൊ 4 into 0 0, 0 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4. 0 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? അങ്ങനെ 4ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഓർഡേഡ് പെയർ എവിടെ ഉണ്ടായിരിക്കും? എൻ്റെ റിലേഷനിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മക്കളെ നോക്കടാ, 1,1, 2,2, 3,3, 0,0 അല്ലേ? ഇങ്ങനെ പോയി 12,12 ഇവരെല്ലാവരും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? ഇവിടെ ഡിഫറൻസ് എടുത്താൽ 1 - 1 ചെയ്താൽ 0, 2 - 2ന്റെ മോഡുലസ് 0, 3 - 3ന്റെ മോഡുലസ് 0, 12 - 12 അല്ലേ? മോഡുലസ് ഓഫ് 12 - 12 മോഡ് 0 0 അല്ലേ? ഇതൊക്കെ എവിടെ ഉണ്ടായിരിക്കും? എൻ്റെ റിലേഷനിൽ ഉണ്ടായിരിക്കും അല്ലേ? എങ്കിൽ എനിക്ക് എഴുതാം R ഈസ് റിഫ്ലക്സീവ്. R ഈസ് റിഫ്ലക്സീവ്. ഓക്കെ, യെസ്. അപ്പൊ ശ്രദ്ധിക്കുക, എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സും കെമിസ്ട്രിയും ടഫ് ആയതുകൊണ്ട് മാത്സും ടഫ് ആവുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പേടിക്കരുത് മക്കളെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോദിക്കൊള്ളൂ. ഇതൊക്കെ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. റെഡി? ഓക്കെ. അപ്പൊ R റിഫ്ലക്സീവ് ആണ് എന്നുള്ള കേസ് ഓക്കെ അല്ലേ? നമുക്ക് സിമ്മട്രിക്കിലേക്ക് കടക്കാമല്ലോ. ശ്രദ്ധിക്കാം, ഞാൻ ഒന്ന് സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ ഞാൻ വീണ്ടും പറയുന്നതാണ്. A, B എലമെന്റ് ഓഫ് R ആണ് എങ്കിൽ മക്കളെ സിമ്മട്രിക് ആയുള്ള കണ്ടീഷൻ ആരുണ്ടായിരിക്കണം? B, Aയും ഉണ്ടായിരിക്കണം. റൈറ്റ്? A, B ഉണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? B, Aയും ഉണ്ടായിരിക്കണം. റെഡി? യെസ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നറിയോ? ഞാൻ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ ഞാൻ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ 5 ഞാൻ എടുത്തു. ഫസ്റ്റ് എലിമെന്റ് എന്തെടുത്തു? 5 എടുത്തു. കറക്റ്റ്. ഇനി ശ്രദ്ധിക്കുക, അതിന് മുന്നേ റിലേഷൻ അങ്ങ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി പറയണ്ടല്ലോ. X, Y എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മോഡുലസ് ഓഫ് X - Y. മോഡുലസ് ഓഫ് X - Y കാണണം. ഈ മോഡുലസ് ഓഫ് X - Y എന്തായിരിക്കണം? ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം അല്ലേ? മോഡുലസ് ഓഫ് X - Y 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. റെഡി? അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾ എടുക്കുകയാണെ 5,9. പ്രശ്നമുണ്ടോ? 5,9 നോക്കിക്കേ. മോഡുലസ് ഓഫ് 5 - 9 എടുത്തേ. മോഡുലസ് ഓഫ് 5 - 9 എടുത്താൽ മോഡുലസ് ഓഫ് -4 വരും. മോഡുലസ് ഓഫ് -4 4ആണ്. മോഡുലസ് ഓഫ് -4 4ആണ്. 4ന്റെ മൾട്ടിപ്പിൾ ആണ്. റെഡി? 5,9 തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ 1,3 എടുത്താൽ നടക്കുമോ? 1 - 3 2 വരുള്ളൂ കേട്ടോ, പറ്റൂല. 4ന്റെ മൾട്ടിപ്പിൾ വേണ്ടേ? 1,5 ഓക്കെ അല്ലേ? 1,5 എടുക്കാം, പ്രശ്നമില്ല. മോഡുലസ് ഓഫ് 1 - 5 മോഡ് -4 4 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡേഡ് പെയർ എടുക്കാം. അപ്പോൾ 5,9 റിലേഷനിൽ കൊടുക്കുമ്പോൾ ആൻസർ 4 ആണ് വരുന്നത്. 4ന്റെ മൾട്ടിപ്പിൾ ആണ് മക്കളെ. 5,9 എൻ്റെ റിലേഷനിലെ മെമ്പറാണ്. ഇത് ക്ലിയർ ആണോ? ഓക്കെ. 5,9 ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ സിമെട്രിസിറ്റി ചെക്ക് ചെയ്യേണ്ടത്? 9,5 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഒരു ഓർഡേഡ് പെയർ കിട്ടിയാൽ എങ്ങനെ റിലേഷനിലെ മെമ്പറാണ് ചെക്ക് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കുക, മോഡുലസ് ഓഫ് 9 - 5 എടുത്തോ. മോഡുലസ് ഓഫ് 9 - 5 എത്രയാ? 4 അല്ലേ? മോഡുലസ് ഓഫ് 9 - 5 4 അല്ലേ? മോഡ് 4 4 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ ആണ്. എഴുതിക്കോ, 9,5 എലമെന്റ് ഓഫ് R. റെഡി? അപ്പോൾ 5,9 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരുണ്ടാവും? 9,5 ഉണ്ടായിരിക്കും. റെഡി? യെസ്. സോ R ഈസ് സിമെട്രിക്. R ഈസ് സിമെട്രിക്. ക്ലിയർ ആണോ? R ഈസ് സിമെട്രിക്. പിന്നെ നമുക്കിവിടെ ഒരു ബോണസ് എന്ന് അറിയോ? ഇത് ഷോ ദാറ്റ് ഇക്വിവാലൻസ് റിലേഷൻ അല്ലേ? ഇക്വിവാലൻസ് റിലേഷൻ തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 100% ഉറപ്പല്ലേ അത് റിഫ്ലക്സീവ് ആയിരിക്കും, സിമെട്രിക് ആയിരിക്കും, ട്രാൻസിറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ അത് ഒബേ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി പരിപാടി തീർക്കുക. ചെക്ക് വെതർ എന്ന് ചോദിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് ആ ഒരു കൺഫേംറ്റി ഇല്ല അല്ലേ? ഷുവർട്ടി ഇല്ല. അത് ചെക്ക് വെതർ എന്ന് ചോദിക്കുമ്പോൾ പരിശോധിക്കാനാണ് പറയുന്നത് അല്ലേ? റിഫ്ലക്സീവ് ആണോ ചെക്ക് ചെയ്യണം, സിമെട്രിക് ആണോ ചെക്ക് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം അല്ലേ? ഇപ്പോൾ ഷോ ദാറ്റ് ആണെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട് കേട്ടോ. നമുക്ക് ഓൾറെഡി അറിയാം ഈ റിലേഷൻ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, യെസ്. മൂവിങ് ഓൺ ടു ട്രാൻസിറ്റീവ് പാർട്ടിലേക്ക് വരികയാണ്. ശ്രദ്ധിക്കുക, 2 ഓർഡർ പേസ് എടുക്കണ്ടേ അല്ലേ? അപ്പം നേരത്തെ പോലെ ഞാൻ ആരെടുത്തു? 5,1 സ്റ്റാർട്ട് ചെയ്യും അതല്ലേ കുറച്ചുകൂടി എളുപ്പം.
കൂടുതൽ റേഞ്ച് കിട്ടും. 1,5 ഞാൻ എടുത്തു. ഓക്കെ, 1,5 എലമെന്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? മോഡുലസ് ഓഫ് 1 - 5 എടുക്കുക. മോഡുലസ് ഓഫ് -4 4 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 1,5 എലമെന്റ് ഓഫ് R. റെഡി അല്ലേ? ഇനി എന്ത് ചെക്ക് ചെയ്യണം മക്കളെ? 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ എടുക്കണം അല്ലേ? നേരത്തെ നമ്മൾ എടുത്ത ഓർഡേഡ് പെയറിനെ എടുത്തുട്ടോ 5,9. റെഡി? എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? മോഡുലസ് ഓഫ് 5 - 9 ചെക്ക് ചെയ്തേ. ആൻസർ മോഡുലസ് ഓഫ് -4 വരും. മോഡുലസ് ഓഫ് -4 എന്ത് തന്നെയാ? 4 തന്നെയല്ലേ? മോഡുലസ് ഓഫ് -4 4 മൾട്ടിപ്പിൾ ആണല്ലോ. അതെ, അപ്പോൾ 5,9 എവിടുത്തെ എലമെന്റ് ആണ്? റിലേഷൻ എലമെന്റാ. എടാ 15ഉം 59ഉം എലമെന്റ് ആണ് എങ്കിൽ ഇനി ആരെയാ ചെക്ക് ചെയ്യണ്ടേ? 1,9 ചെക്ക് ചെയ്യണ്ടേ? എങ്ങനെയാ 1,9 ചെക്ക് ചെയ്യുക? മോഡുലസ് ഓഫ് 1 - 9 മോഡുലസ് ഓഫ് -8 8 എന്ന് കിട്ടും മക്കളെ. 8 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? എടാ 4 × 2 അല്ലേ 8? 8 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിളാ. കണ്ടീഷൻ സാറ്റിസ്ഫൈഡാ. 1,9 എവിടുത്തെ എലമെന്റ് ആണ്? റിലേഷൻ എലമെന്റ് ആണ്. AB BC AC അല്ലേ? സോ വി ക്യാൻ സേ R is transitive. R is transitive. ഓക്കെ അല്ലേ? റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇത് മൂന്നും ആണെങ്കിൽ വി ക്യാൻ സേ ദ റിലേഷൻ ഈസ് ഇക്വിവാലൻസ് റിലേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. റൈറ്റ് ദി ഇക്വിവാലൻസ് ക്ലാസ് ഓഫ് എലമെന്റ് 1. ശ്രദ്ധിക്കാട്ടോ. അപ്പൊ എന്താണ് ഇക്വിവാലൻസ് ക്ലാസ്? ശ്രദ്ധിക്കാം. അപ്പോൾ എൻ്റെ റിലേഷനിൽ ഒരുപാട് ഓർഡർ പേഴ്സ് ഉണ്ടാവും. A, B, C, D അല്ലേ? ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 0 to 0,4 0,8 0,12 ഇതൊക്കെ ഉണ്ടാവും. 1,5 അല്ലേ? 1,9 ഇതൊക്കെ ഉണ്ടാവും. റെഡി? അപ്പോൾ ഒരു എലമെന്റിന്റെ ഇക്വിവാലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. സെറ്റ് ഓഫ് ഓൾ B such that A is related to B. ഓക്കെ, അപ്പോൾ ഒരു എലമെന്റ് A എന്ന് പറയുന്ന എലമെന്റിന്റെ ഇക്വിവാലൻസ് ക്ലാസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിലെ എലമെന്റ് ആണ് ആര് മക്കളെ? B. ആ സെറ്റിലെ എലമെന്റ് ആണ് ആര്? B. ഇനി ആ ബിയുടെ പ്രത്യേകത എന്താ? ബിയുടെ പ്രത്യേകത എന്താ? A is related to B. എയുമായി റിലേഷനിൽ വരുന്ന എലമെന്റ് ആണ് ആര് മക്കളെ? B. കേട്ടോ? അപ്പൊ ഏതാണോ നമ്പർ, ആ നമ്പറുമായിട്ട് റിലേഷനിൽ വരുന്ന മറ്റ് നമ്പേഴ്സിന്റെ സെറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിവാലൻസ് ക്ലാസ്. അപ്പോൾ ഇക്വിവാലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ഉമായിട്ട് റിലേഷനിൽ വരുന്ന മറ്റ് എലമെന്റുകൾ ഏതൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കേട്ടോ? ഇവിടെ കണ്ടീഷൻ എന്താ? മോഡ് x - y അല്ലേ? ഓർഡേഡ് പെയർ x, y എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, മോഡുലസ് ഓഫ് x - y അല്ലേ ചെക്ക് ചെയ്യണ്ടേ അല്ലേ? അപ്പോൾ 1, ഒരാൾ എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് 1 - 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 4ന്റെ മൾട്ടിപ്പിൾ കിട്ടണം അല്ലേ? ഇപ്പോൾ ഓരോന്നും ചെക്ക് ചെയ്തോ മക്കളെ, ഓരോന്നും ചെക്ക് ചെയ്തോ. നമുക്ക് 1,0 ഓക്കെ ആയിരിക്കുമോ? 1,0 മോഡുലസ് ഓഫ് 1 - 0 ചെയ്യുമ്പോൾ 1 അല്ലേ കിട്ടുക? 1 മൾട്ടിപ്പിൾ അല്ല. 1,1 ഓക്കെ അല്ലേ? അല്ലേ? മോഡുലസ് ഓഫ് 1 - 1 ചെയ്യുമ്പോൾ 0 4ന്റെ മൾട്ടിപ്പിളാ. ഓക്കെയാണ്. 1,2 ഓക്കെ ആണോ? മോഡുലസ് ഓഫ് 1 - 2 ചെയ്താൽ നമുക്ക് മോഡ് -1 1 എന്ന് കിട്ടുക. 1 മൾട്ടിപ്പിൾ അല്ല കേട്ടോ. 1,3 എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് 1 - 3 ചെയ്യുമ്പോൾ 2 എന്നാ കിട്ടുക. 2 മൾട്ടിപ്പിൾ അല്ല. 1,4 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മോഡുലസ് ഓഫ് 1 - 4 ചെയ്യുമ്പോൾ 3 എന്നാ കിട്ടുക. 3 മൾട്ടിപ്പിൾ അല്ല. 1,5 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മോഡുലസ് ഓഫ് 1 - 5 ചെയ്യുമ്പോൾ ആൻസർ 4 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അല്ലേ? അപ്പോൾ 1,5 ഓക്കെയാണ്, 1,1 ഓക്കെയാണ്. ഇതുപോലെ 1,6 ഓക്കെ ആവുമോ? 1,6 മോഡുലസ് വാല്യൂ നമുക്ക് 5 അല്ലേ കിട്ടുക? പറ്റില്ല. 1,7 മോഡുലസ് വാല്യൂ ഡിഫറൻസ് കാണുമ്പോൾ 6 ആ കിട്ടുക? പറ്റില്ല. 1,8 7 ആ കിട്ടുക. 1,9 ഓക്കെ അല്ലേ? 1,9 ഓക്കെ അല്ലേ? മോഡുലസ് ഓഫ് 1 - 9 ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 8 മൾട്ടിപ്പിൾ ആണല്ലോ. 1,10 പറ്റില്ല. 1,11 പറ്റില്ല. 1,12 1 - 12 -11 ആ. മോഡുലസ് എടുക്കുമ്പോൾ 11 കിട്ടത്തുള്ളൂ. റെഡി? അപ്പോൾ ഏതൊക്കെ ഓർഡർ പേഴ്സാണ് ഉള്ളത്? 1, 1, 1, 5, 1, 9 അല്ലേ? അപ്പോൾ 1ഉമായിട്ട് റിലേഷനിൽ വരുന്ന എലമെന്റുകളുടെ സെറ്റാണ് എന്ത്? 1ന്റെ ഇക്വിവാലൻസ് ക്ലാസ്. നോക്കടാ, 1,1 1 ഈസ് റിലേറ്റഡ് ടു 1. 1,5 1 എന്ന് പറയുന്ന സംഖ്യ 5ഉമായിട്ട് റിലേഷൻ 5 വരും. 1,9 1 ഈസ് റിലേറ്റഡ് ടു 9. ഓക്കെ, അപ്പോൾ ഇക്വിവാലൻസ് ക്ലാസ് ഓഫ് എലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണോ സംഖ്യ, ആ സംഖ്യയുമായി റിലേഷനിൽ വരുന്ന മറ്റ് സംഖ്യകളുടെ സെറ്റാണ് എന്ത് മക്കളെ?
ഇക്വിവാലൻസ് ക്ലാസ് കേട്ടോ. ഓക്കെ, അത്രയാണ് നമുക്ക് ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. യെസ് യെസ് യെസ്. നെക്സ്റ്റ് എന്താ ചെക്ക് ചെയ്യണ്ടേ? ഇഫ് ആർ ഈസ് എൻ ഇക്വിവാലൻസ് റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് എ. സെറ്റ് എ തന്നിട്ടുണ്ട് 1 2 3 up to 9 വരെ കേട്ടോ. സെറ്റ് എ തന്നിട്ടുണ്ട് 1 2 3 4 5 6 7 8 9. റെഡി? ഇത്രയും നമ്പേഴ്സ്. ഇനി ഇതിലെ ഓർഡർ പെയർസുമായി ബന്ധപ്പെട്ട് എക്സ് കോമ വൈ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എന്താ ഡെഫിനിഷൻ തന്നിട്ടുള്ളത്? എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 3 ട്ടാ. എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 3. അതായത് എക്സ് മൈനസ് വൈ ചെയ്യുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ 4ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു, ഇവിടെ 3യുടെ മൾട്ടിപ്പിളാണ് ട്ടാ. പക്ഷെ ഇവിടെ നമുക്ക് ഇക്വിവാലൻസ് ക്ലാസ് എഴുതാൻ മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് ഇക്വിവാലൻസ് ക്ലാസ് ഓഫ് 1 കണ്ടുപിടിക്കണം, ഇക്വിവാലൻസ് ക്ലാസ് ഓഫ് 2 കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ഇക്വിവാലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഈ റിലേഷനിൽ 1ഉമായിട്ട് റിലേഷനിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കടാ, 1 2 3 up to 9 അല്ലേ? 1,1 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യോ? 1 - 1 ചെയ്താൽ 0 അല്ലേ? 0യെ 3 കൊണ്ട് ഹരിച്ചൂടെ? ഹരിക്കാം. 1,1 ഓക്കെ ആണ്. റെഡി? 1,2 ഓക്കെ ആണോ? 1 - 2 ചെയ്താൽ -1 ആണ്. -1നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 1,3 ഓക്കെ ആണോ? 1 - 3 -2 ആ. -2നെ നമുക്ക് ഹരിക്കാൻ പറ്റില്ല. 1,4 ഓക്കെ അല്ലേ മക്കളെ? 1 - 4 ചെയ്താൽ -3 ആ. -3നെ നമുക്ക് 3 കൊണ്ട് ഈസിലി ഹരിച്ചൂടെ അല്ലേ? ഹരിക്കാം. അപ്പോൾ 1,4 ഓക്കെ ആണേ. 1,5 ഡിഫറൻസ് -4 വരിക, മൾട്ടിപ്പിൾ അല്ല. 3നെ കൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. 1,6 കിട്ടും, പറ്റില്ല. 1,7 ഓക്കെ അല്ലേ? 1,7 ഓക്കെ അല്ലേ? 1 - 7 ചെയ്താൽ നമുക്ക് -6 വരിക. -6നെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഹരിക്കാം. 3ന്റെ മൾട്ടിപ്പിളാ. റെഡി? 1,7 ഓക്കെയാണ്. 1,8 പറ്റില്ല. 1,9 പറ്റുമോ? 1 - 9 ചെയ്താൽ -8 ആണ്. -8 3ന്റെ മൾട്ടിപ്പിൾ അല്ല കേട്ടോ. അപ്പോ 1ഉമായിട്ട് റിലേഷൻ വരുന്ന ആളുകൾ ആരൊക്കെയാ മക്കളെ? 1 4 7. ഇങ്ങനെയാണ് 1ന്റെ ഇക്വിവാലൻസ് ക്ലാസ് എഴുതേണ്ടത്. ഓക്കെ, എങ്കിൽ എങ്ങനെയാണ് നമ്മൾ 2ന്റെ ഇക്വിവാലൻസ് ക്ലാസ് എഴുതാം? ഈ റിലേഷനിൽ 2ഉമായിട്ട് റിലേഷനിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് ചെക്ക് ചെയ്യണം അല്ലേ? ഓരോന്ന് ചെക്ക് ചെയ്തോ. 2,1 വരുമോ? 2 - 1 1. 1നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല, തരില്ല കേട്ടോ. 2,2 വരുമോടാ? 2,2 എടാ 2 - 2 0 അല്ലേ? 0യെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാമല്ലോ, പ്രശ്നമില്ല. 2,2 ഓക്കെ ആണേ. 2,3 ഓക്കെ ആണോ? 2,3 2 - 3 -1 ആ. -1 ഹരിക്കാൻ പറ്റില്ല കേട്ടോ. 2,4 ഓക്കെ ആണോ? 2 - 4 -2 പറ്റില്ല. 2,5 ഓക്കെ അല്ലേ? എമ്പാടും അല്ലേ? 2,5 2 - 5 2 - 5 എത്രയാ? -3. -3 നമുക്ക് ഹരിക്കാമല്ലോ, ഇത് ഓക്കെയാണ്. 2,6 2 - 6 -4 പറ്റില്ല. 2,7 2 - 7 -5 പറ്റില്ല. 2,8 സെറ്റാണ്. 2,8 2 - 8 -6 ആ. 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? യെസ്, ഹരിക്കാം. 2,9 പറ്റുമോ മക്കളെ? ഇല്ല. 2 - 9 -7 ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സാ 2ഉമായിട്ട് റിലേഷൻ വരുന്നത്? 2,2 2 ഓക്കെയാണ്. 2,5 5 ഓക്കെയാണ്. 2,8 റെഡി? ഈ 3 നമ്പേഴ്സാണ് 2ഉമായിട്ട് റിലേഷനിൽ വരിക കേട്ടോ. അപ്പോൾ അത്രയാണ് ഇക്വിവാലൻസ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വീണ്ടും പറയാണ്, ഒരു നമ്പറിന്റെ ഇക്വിവാലൻസ് ക്ലാസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ വേറെ ഏതൊക്കെ നമ്പേഴ്സുമായിട്ട് റിലേഷനിൽ വരുന്നോ ആ നമ്പറുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിവാലൻസ് ക്ലാസ്. റെഡി? യെസ്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 നമ്പർ ഓഫ് ഇക്വിവാലൻസ് റിലേഷൻസ് കണ്ടെയ്നിങ് 1,2. 1,2 എന്ന ഓർഡർ പെയർ വരുന്ന എത്ര ഇക്വിവാലൻസ് റിലേഷൻസ് എഴുതാം? എടാ ഇക്വിവാലൻസ് എന്ന് പറയുമ്പോഴേ നമുക്ക് ആ റിലേഷൻ റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആയിരിക്കണം അല്ലേ? അപ്പൊ നോക്കിക്കേ, റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ ഞാനിപ്പോൾ ഫസ്റ്റ് റിലേഷൻ ഇതാണേ. 1 2 3 ആണെങ്കിൽ ഡെഫിനറ്റ്ലി 1,1 ഉണ്ടായിരിക്കണം, 2,2 ഉണ്ടായിരിക്കണം, 3,3 ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. 1 1 2 2 3 3 എഴുതി കഴിഞ്ഞാൽ റിലേഷൻ എന്താ? റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. നമുക്ക് ഇതെല്ലാം വേണ്ട കേട്ടോ. 1,2 വന്നു കഴിഞ്ഞാൽ 1,2 മെമ്പറായിട്ട് വരുന്ന എത്ര റിലേഷൻസ് ഇക്വിവാലൻസ് ആണെന്നാണ്. എടാ 1,2 ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇത് ഇപ്പോൾ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണോ?
സിമെട്രിക്കാനുള്ള കണ്ടീഷൻ എന്താ? 1 1 2 2 3 3 നിങ്ങൾ മൈൻഡ് ചെയ്യാൻ വേണ്ട കേട്ടോ, തിരിച്ചിട്ടാലും സെയിം തന്നെ അല്ലേ. 1,2 ഉണ്ടെങ്കിൽ മക്കളെ ആരും കൂടി വേണം? 2,1 കൂടി വേണം, വേണ്ടേ? എന്നാൽ മാത്രമല്ലേ ഇത് സിമെട്രിക് ആവത്തുള്ളൂ. റെഡി? അപ്പോൾ ഈ റിലേഷൻ ഇവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇതൊരു ഇക്വിവാലൻസ് റിലേഷൻ ആയില്ലേ? ആയി. ഇനി രണ്ടാമത്തെ റിലേഷൻ ഇതാണ്. ഇതേപോലെ 1 1 ഉണ്ട്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 1,2 എന്തായാലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 2,1 വേണം. റെഡി? എടാ 1,2 ആഡ് ചെയ്തതുപോലെ നമുക്ക് 1,3 ആഡ് ചെയ്തൂടെ? റെഡി? 1,3 വന്നു കഴിഞ്ഞാൽ മക്കളെ ഇതിനി സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താ? ആരും കൂടി വേണം? 3,1 കൂടി വേണം. റെഡി? ഈ റിലേഷൻ ഇപ്പോൾ റിഫ്ലക്സീവ് ആണ് അല്ലേ? 1 1 2 2 3 3 ഉണ്ട്, റിഫ്ലക്സീവ് ആണ്. സിമെട്രിക് ആണോ? 1 2 2 1 ഉണ്ട്, 1 3 3 1 ഉണ്ട്, സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണ്. നോക്കടാ, 1 2 2 1 1 1 ഉണ്ട്, 1 3 3 1 1 1 ഉണ്ട്, റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഒരാളെയും കൂടി എടുക്കാമല്ലോ, R3 = എന്തായാലും 1 1 വേണം, 2 2 വേണം, 3 3 വേണം, നല്ല റിഫ്ലക്സീവ് ആവുള്ളൂ അല്ലേ? ഇനി നമുക്ക് 1,2 വേണമെന്ന് ക്വസ്റ്റ്യനിൽ നിർബന്ധം പറഞ്ഞത് കൊണ്ട് 1,2 എഴുതി, 1,2 എഴുതി, 2,1 എഴുതണം. എന്തുകൊണ്ടാണ്? നല്ല സിമെട്രിക് ആവുള്ളൂ അല്ലേ? യെസ്, നമ്പർ ഓഫ് ഇക്വാലൻസ് റിലേഷൻ അല്ലേ 3,1. ഇനി ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓർഡർ പെയർ ആരാ? 2,3 അല്ലേ? കഴിഞ്ഞില്ലേ? 2,3 വന്നു കഴിഞ്ഞാൽ മക്കളെ ഈ റിലേഷൻ ഇപ്പോൾ സിമെട്രിക് അല്ല. സിമെട്രിക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരാളും കൂടി വേണ്ടേ? 3,2 കൂടി വേണ്ടേ? യെസ്, 3,2 കൂടി ആഡ് ചെയ്ത് ആ റിലേഷൻ ക്ലോസ് ചെയ്യാം. കണ്ടോ? അപ്പോൾ നമുക്ക് പരമാവധി എത്ര ഇക്വിവാലൻസ് റിലേഷൻസ് കിട്ടി? 3 ഇക്വിവാലൻസ് റിലേഷൻസ് കിട്ടി. ക്ലിയർ? ഓക്കെ. ഇവിടെ പ്രത്യേകം 1,2 വരുന്ന എത്ര ഇക്വിവാലൻസ് റിലേഷൻസ് ഉണ്ട് എന്നാണ് ചോദ്യം. അതുകൊണ്ടാണ് എല്ലാത്തിലും ആദ്യം ആരെ കൊടുത്തത്? 1,2 കൊടുത്തത്. ഇപ്പോൾ 1,2 വെറുതെ കൊടുക്കരുത്. 1,2 മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ റിലേഷൻ എന്താവില്ല? സിമെട്രിക് ആവില്ല. 1,2 ഉണ്ടെങ്കിൽ ആരും കൂടി വേണം? 2,1 കൂടി വേണം കേട്ടോ. ഓക്കെ. അപ്പോൾ ലെറ്റ് A = 1 2 3 നമ്പർ ഓഫ് ഇക്വിവാലൻസ് റിലേഷൻ കണ്ടിന്യൂ 1 2 ചോദിച്ചാൽ കണ്ണും പൂട്ടി ആൻസർ ചെയ്താൽ 3 കേട്ടോ. മനസ്സിലാക്കണേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സ്മോളസ്റ്റ് ഇക്വിവാലൻസ് റിലേഷൻ ഡിഫൈൻ ഓൺ സെറ്റ് 1 2 3. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അതിൽ കിട്ടാവുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് റിലേഷൻ ആരാടാ? റിഫ്ലക്സീവ് ആവാൻ 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം, 3 3 ഉണ്ടായിരിക്കണം. റിഫ്ലക്സീവ് ആയല്ലോ? യെസ്. ഈ റിലേഷൻ സിമെട്രിക് ആണോ? അല്ലേ? 1 1 തിരിച്ചിട്ടാലും 1 1, 2 2 തിരിച്ചിട്ടാലും 2 2, 3 3 തിരിച്ചിട്ടാലും 3 3. സിമെട്രിക് ആണ്, റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്. മക്കളെ ശ്രദ്ധിക്കണേ, ഇത് ട്രാൻസിറ്റീവ് ആണോ? പലരും നെറ്റി ചുളിക്കും, ശ്രദ്ധിക്കുക. ട്രാൻസിറ്റീവ് ആണോ? ഇത് ട്രാൻസിറ്റീവ് ആണ് കേട്ടോ. നമ്മൾ ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പോൾ അവിടെ നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ, ട്രാൻസിറ്റിവിറ്റി പറഞ്ഞപ്പോൾ 2 കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിരുന്നു. ABBC ഉണ്ടെങ്കിൽ AC കൂടി വേണം അല്ലേ? അവിടെ നമ്മളൊരു രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരുന്നു, A,B ഉണ്ട്, പക്ഷേ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല അല്ലേ? ആ കേസിലും മക്കളെ ആ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ശ്രദ്ധിക്കണേ, ഇവിടെ 1,1 ഉണ്ട്. എടാ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഓർഡേഡ് പെയർ ഉണ്ടോ അവിടെ? ഇല്ല. 2,2 ഉണ്ട്. 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഓർഡേഡ് പെയർ ഉണ്ടോ? ഇല്ല. 3,3 ഉണ്ട്. 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു ഓർഡേഡ് പെയർ അവിടെ ഇല്ല. നമ്മുടെ രണ്ടാമത്തെ ക്ലോസ് ആണ്. ശ്രദ്ധിക്കുക, R എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. മക്കളെ, സ്മോളസ്റ്റ് ഇക്വിവാലൻസ് റിലേഷൻ, ഏറ്റവും മിനിമം നമുക്ക് എന്ത് വേണം? 3 ഓർഡേഡ് പെയർ എങ്കിലും വേണം, എന്നാലും അത് റിഫ്ലക്സീവ് ആവുള്ളൂ അല്ലേ? ആ 3 ഓർഡേഡ് പെയർ എഴുതിക്കൊണ്ട് നമ്മൾ ആ ഇക്വിവാലൻസ് റിലേഷൻ പൂർത്തീകരിച്ചു കേട്ടോ. ഓക്കെ. ഇത് ട്രാൻസിറ്റീവ് ആണെന്നുള്ള കേസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റെഡി? യെസ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് 1 1 ഫങ്ഷൻസ് ഫ്രം ദ സെറ്റ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, നമ്പർ ഓഫ് 1 1 ഫങ്ഷൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ലേ? ഡിഫറെന്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് എങ്കിൽ NCM × M ഫാക്ടോറിയൽ ചെയ്താൽ മതി. സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ M ഫാക്ടോറിയൽ കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ നോക്കിയേ, സെറ്റ് എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് 1 1 ഫങ്ഷൻസ് കണ്ടുപിടിക്കേണ്ടത്. സെറ്റ് എയിൽ മൊത്തം എത്ര എലമെന്റ്സ് ആണ് മക്കളെ? സെറ്റ് എയിൽ മൊത്തം 4 എലമെന്റ്സ് ആണ്. അപ്പോൾ അടുത്ത സെറ്റും എന്ന് പറയുന്നത് സെറ്റ് എ തന്നെ അല്ലേ? ഡിഫൈൻഡ് ഓൺ സെറ്റ് എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് എയിലേക്കാണ് കേട്ടോ. ഓക്കെ. ഇപ്പൊ 2 സെറ്റിലെയും എലമെന്റുകളുടെ എണ്ണം സെയിം ആണ്, 4. അപ്പൊ നമ്പർ ഓഫ് 1 1 ഫങ്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും? M ഫാക്ടോറിയൽ, അതായത് 4 ഫാക്ടോറിയൽ.
കേട്ടോ. 4 ഫാക്ടോറിയൽ എത്ര കിട്ടുക? 1 × 2 × 3 × 4 കേട്ടോ. 2 × 3 6 × 4 24 1 ഫങ്ഷൻസ് നമുക്ക് കിട്ടും. റെഡി? യെസ്. ഇഫ് R1 and R2 are equivalence relation, R1 ഉം R2 ഉം എന്താണ്? ഇക്വിവാലൻസ് റിലേഷൻ ആണ് ഇൻ സെറ്റ് എ. ഷോ ദാറ്റ് R1 ഇന്റർസെക്ഷൻ R2 ഈസ് ഓൾസോ an equivalence relation. സിമ്പിൾ സാധനമാണേ. ഒരു സെറ്റ് ഉണ്ട്, സെറ്റ് എ. സെറ്റ് എയുമായി ബന്ധപ്പെട്ട് രണ്ട് റിലേഷൻസ് ഡിഫൈൻഡ് ആണ്. ഏതാ റിലേഷൻ? R1 ഉം R2. ഓക്കെ. ഈ R1 എന്ന് പറയുന്ന ആളും R2 എന്ന് പറയുന്ന ആളും എന്ത് റിലേഷനാ? ഇക്വിവാലൻസ് റിലേഷൻ. അതായത് R1 ഉം R2 റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ്. ക്ലിയർ? ഓക്കെ. എങ്കിൽ R1 ഇന്റർസെക്ഷൻ R2 എന്ന് പറയുന്ന പുതിയ റിലേഷനും ഇക്വിവാലൻസ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണ്ടേ. ശ്രദ്ധിക്കണേ. എടാ, R1 R2 ഇക്വിവാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 ഉം R2 ഉം റിഫ്ലക്സീവ് അല്ലേ? അല്ലേ? സെറ്റ് എയിലെ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണുള്ള കണ്ടീഷൻ എന്താ? A, A എന്ന് പറയുന്ന എലമെന്റ് ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം അല്ലേ? അതായത് A, A എന്ന് പറയുന്ന ആള് എവിടെ ഉണ്ടായിരിക്കണം? റിയൽ നമ്പർ, സോറി, R1 ഉണ്ടായിരിക്കണം. A, A എന്ന് പറയുന്ന ആള് R2 ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ രണ്ട് റിലേഷൻ എന്താവുള്ളൂ? റിഫ്ലക്സീവ് ആവുള്ളൂ അല്ലേ? അപ്പോൾ A, A എന്ന് പറയുന്ന ആള് R1 ഉണ്ട്, R2 ഉണ്ട്. എടാ, A, A എന്ന് പറയുന്ന ആള് അപ്പോ R1 ഇന്റർസെക്ഷൻ R2 ഉണ്ടായിരിക്കില്ലേ? ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ മാത്രമല്ല എടുക്കുക. A, A R1 ഉണ്ട്, A, A R2 ഉണ്ട്. ദാറ്റ് മീൻസ് A, A എവിടെയുണ്ട് മക്കളെ? R1 ഇന്റർസെക്ഷൻ R2 ഉണ്ട്. A, A അവിടെ ഉണ്ട് എങ്കിൽ കണ്ണും പൂട്ടി എഴുതാം. R1 ഇന്റർസെക്ഷൻ R2 എന്ന് പറയുന്നത് എന്ത് റിലേഷനാ? റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ഓക്കെ ആണേ? റിഫ്ലക്സീവ് തെളിയിക്കുന്നത് ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ക്ലിയർ? യെസ്. അപ്പൊ എങ്ങനെ സിമെട്രിസിറ്റി ചെക്ക് ചെയ്യുക? സെയിം ഐഡിയ. സി, R1 എന്ന് പറയുന്ന ആള്, R1 എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താ? A, B എലമെന്റ് ഓഫ് R ആണെങ്കിൽ, R1 ആണെങ്കിൽ, A, B എലമെന്റ് ഓഫ് R1 ആണെങ്കിൽ ആരുണ്ടായിരിക്കണം മക്കളെ? B, Aയും ഉണ്ടായിരിക്കണം. റെഡിയല്ലേ? റെഡിയല്ലേ? യെസ്. അതുപോലെ R2 സിമെട്രിക് ആവുള്ള കണ്ടീഷൻ എന്താ? സെയിം. A, B, കാരണം ഒരേ സെറ്റിലാണ് ഡിഫൈൻ ചെയ്യുന്നത്, സെറ്റ് ചെയ്ത് തന്നെയല്ലേ? A, B എന്ന് പറയുന്ന ആള് R2 ഉണ്ട് എങ്കിൽ ആരുണ്ടായിരിക്കണം? B, A എന്ന് പറയുന്ന ആളും എവിടെ ഉണ്ടായിരിക്കണം? R2. ഇത് രണ്ടും ഓക്കെയാ. കാരണം R1 ഉം R2 ഉം ഇക്വിവാലൻസ് റിലേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. R1 ഉം സിമെട്രിക് ആണ്, R2 ഉം സിമെട്രിക് ആണ്. റെഡി? നോക്കടാ, R1ലെയും R2ലെയും എലമെന്റ് ആണ് ആര്? A, B. കറക്റ്റ്. അപ്പോൾ A, B എന്ന് പറയുന്ന ആള് എവിടെ ഉണ്ടായിരിക്കും? R1 ഇന്റർസെക്ഷൻ R2 ഉണ്ടായിരിക്കും. ഉണ്ടാവില്ലേ? A, B എലമെന്റ് ഓഫ് R1, A, B എലമെന്റ് ഓഫ് R2, രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണല്ലോ R1 ഇന്റർസെക്ഷൻ R2 വരിക. അപ്പോൾ A, B രണ്ടിലും ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവും? R1 ഇന്റർസെക്ഷൻ R2 ഉണ്ടാവും. റെഡി? യെസ്. സെയിം ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എടാ, B, A R1 B, A R2 അപ്പോൾ രണ്ടിലും പൊതുവായിട്ടുള്ള ആളാണല്ലോ B, A എന്ന് പറയുന്ന ആള് എവിടെ ഉണ്ടായിരിക്കും? R1 ഇന്റർസെക്ഷൻ R2 ഉണ്ടായിരിക്കും. ക്ലിയർ? A, B R1 ഇന്റർസെക്ഷൻ R2 ഉണ്ട് എങ്കിൽ സിമെട്രിക് ആണ് കണ്ടീഷൻ എന്താ? B, A ഉണ്ടായിരിക്കണം. B, A ഉണ്ട് കേട്ടോ. സോ R1 ഇന്റർസെക്ഷൻ R2 എന്ന് പറയുന്ന ആള് എന്ത് റിലേഷൻ ആണ് മക്കളെ? സിമെട്രിക് റിലേഷൻ ആണ്. സിമെട്രിക് റിലേഷൻ ആണ്. റെഡി? യെസ്. ട്രാൻസിറ്റീവ് ആണ് ചെക്ക് ചെയ്യാലോ. ട്രാൻസിറ്റീവ് എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? സെയിം ഐഡിയ. സി, R1 എന്ന് പറയുന്ന ആള് ട്രാൻസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെ കിട്ടുക? A, Bയും B, Cയും R1 എലമെന്റ് ആണ് എങ്കിൽ ആരുണ്ട്? A, Cയും എവിടെയുണ്ട്? R1 ഉണ്ട്. എന്നാൽ മാത്രമല്ല അത് ട്രാൻസിറ്റീവ് ആവുള്ളൂ. ട്രാൻസിറ്റീവ് ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. യെസ്. ഇനി R2ലേക്ക് വാ. ഇത് ട്രാൻസിറ്റീവ് ഉള്ള കണ്ടീഷൻ എന്താ? സെയിം. A, B, C R2 ഉണ്ട് എങ്കിൽ മക്കളെ ആരും ഉണ്ടായിരിക്കണം? B, Cയും എവിടെ ഉണ്ടായിരിക്കണം? സോറി, A, Cയും എവിടെ ഉണ്ടായിരിക്കണം? A, Cയും എവിടെ ഉണ്ടായിരിക്കണം? R2 ഉണ്ടായിരിക്കണം. ക്ലിയർ? അപ്പോൾ R1 ഇന്റർസെക്ഷൻ R2 ഇക്വിവാലൻസ് ആണ് പ്രൂവ് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യുക? AB, BC R1 A, B, BC R2 അല്ലേ? അപ്പോൾ AB, BC ഈ രണ്ട് ഓർഡർ പേഴ്സ് എവിടെ ഉണ്ടാവും? R1 ഇന്റർസെക്ഷൻ R2 ഉണ്ടായിരിക്കും. റെഡി?
റെഡി? എ കോമ സി R1 എ കോമ സി R2 അല്ലേ? എ കോമ സി രണ്ടിലില്ലേ? അപ്പോൾ എ കോമ സി എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ടായിരിക്കും? R1 ഇന്റർസെക്ഷൻ R2 ഉണ്ടായിരിക്കും. മക്കളെ ഈ കണ്ടീഷൻ മാത്രം കിട്ടിയാൽ പോരെ R ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ. എ ബി ബി സി ഉണ്ട് എങ്കിൽ ആരുണ്ടായിരിക്കണം? എ സി ഉണ്ടായിരിക്കണം. ഉണ്ട് കേട്ടോ, എ സി ഉണ്ട്. സോ R ഈസ് ഇക്വിവാലൻസ് റിലേഷൻ. ക്ലിയർ ആണ്? എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റും. നോട്ട് ചെയ്ത് വെക്കുക, മാർക്ക് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ സോൾഡ് എക്സാമ്പിൾ ആണ്. യെസ്, ശ്രദ്ധിക്കുക. യെസ്, ലെറ്റ് എഫ് ഈസ് ഈക്വൽ ടു റിയൽ നമ്പേഴ്സിൽ നിന്ന് എഫ് ഈസ് ഡിഫൈൻ ഫ്രം R -4/3 നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് കേട്ടോ. ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x/3x + 4. ഷോ ദാറ്റ് എഫ് ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആണ് തെളിയിക്കണം. ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്. ശ്രദ്ധിക്കുക, എങ്ങനെ നമ്മൾ ബൈജക്റ്റീവ് ആണ് തെളിയിക്കുക? ആ ഫംഗ്ഷൻ 1 ഓൺ 2 ആയിരിക്കണം. റെഡി അല്ലേ? കഥകൾ ഒരുപാടായി പറയുന്നു. എങ്ങനെ 1 ഓൺ 2 ചെക്ക് ചെയ്യണ്ടേ? 1 ചെക്ക് ചെയ്യണമെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. റെഡി? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. യെസ്, എഫ് ഓഫ് x1 എങ്ങനെ എഴുതൂടാ? 4x1 ഡിവൈഡഡ് ബൈ 3x1 പ്ലസ് 4 അല്ലേ? എഫ് ഓഫ് x2 എങ്ങനെ എഴുതും? 4x2 ഡിവൈഡഡ് ബൈ 3x2 പ്ലസ് 4. റെഡി? ഒന്നുമില്ല, എക്സിന് പകരം x1 x2 കൊടുത്തുന്നുള്ളൂ കേട്ടോ. യെസ്, ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്തേ 4x1 3x2 പ്ലസ് 4 ഇവിടെ കൊടുത്തു, ഈക്വൽ ടു 4x2 3x1 പ്ലസ് 4 ഇവിടെയും കൊടുത്തു. റെഡി? യെസ്, ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്തോ. 4x1 × 3x2, 4 × 3 12 x1 x2 പ്ലസ് 4x1 × 4 എത്ര കിട്ടും? 16x1. റെഡി? ഇവിടെ 4x2 × 3x2 എത്ര വരും? 4 × 3 അഗെയിൻ 12 വരും. 4 × 3 12 വരും. 12x2 x1 പ്ലസ് 4x2 × 4 എത്ര വരും? 16x2 വരും അല്ലേ? ഒരുപോലെയുള്ള ആളുകളെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. 12x2 12x2 കട്ട്. 16x1 ഈസ് ഈക്വൽ ടു 16x2. ഓക്കെ, 16 കട്ട് ചെയ്യാലോ. എത്ര കിട്ടി? x1 ഈക്വൽ ടു x2. x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ആ ഫംഗ്ഷൻ എന്തായി? 1 ആയി. ക്ലിയർ അല്ലേ? ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തു. x -2/x -3 എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിരുന്നു. അതേ കാറ്റഗറിയിൽ വരുന്ന ആളാണ് കേട്ടോ. x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എഴുതുക, എഫ് ഓഫ് എക്സ് ഈസ് 1. ക്ലിയർ? യെസ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇനി അത് ഓൺ 2 ആണ് ചെക്ക് ചെയ്യും. ശ്രദ്ധിക്കുക, ഓൺ 2ൻ്റെ കണ്ടീഷനും ഡിഫറെൻ്റ് അല്ല. ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 4x/3x + 4. റെഡി? അപ്പോൾ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ട പരിപാടി എന്താ? എഫ് ഓഫ് എക്സിനെ മാറ്റി എന്ത് കൊടുക്കണം? എഫ് ഓഫ് എക്സിനെ മാറ്റിയിട്ട് നമ്മൾ y കൊടുക്കണം അല്ലേ? എഴുതിക്കോ, y ഈസ് ഈക്വൽ ടു 4x ഡിവൈഡഡ് ബൈ 3x + 4. റെഡി? ഓക്കെ, യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ നോക്കിക്കോ, നമുക്ക് x ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിലേക്ക് മാറ്റണ്ടേ? എന്താ നോക്കിക്കോ, y × 3x + 4 ഈസ് ഈക്വൽ ടു 4x അല്ലേ? 3yx + 4y ഈസ് ഈക്വൽ ടു 4x. നമുക്ക് എക്സിനെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത് അല്ലേ? എക്സിൻ്റെ ടേംസ് എത്ര കിടക്കല്ലേ? എക്സിൻ്റെ ടേം രണ്ടും ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം. 4y ഈസ് ഈക്വൽ ടു 4x - 3yx കേട്ടോ. 4y ഈസ് ഈക്വൽ ടു എക്സിനെ ഗ്രൂപ്പ് ചെയ്തോ. എക്സിനെ മാത്രം കോമൺ ആക്കി എടുത്താൽ 4 - 3y. 4 - 3y. റെഡി? അപ്പോൾ നമുക്ക് എക്സ് എന്ത് കിട്ടി? 4y ഡിവൈഡഡ് ബൈ 4 - 3y. 4y ഡിവൈഡഡ് ബൈ 4 - 3y. ഓക്കെ, യെസ്. അപ്പോൾ 4y ഡിവൈഡഡ് ബൈ 4 - 3y ഇതാണ് എൻ്റെ എന്ത്? എക്സ്. നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഇങ്ങനെ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഡിനോമിനേറ്റർ ഒരു കാരണവശാലും എന്താവരുത്? 0 ആവരുത്. ഡിനോമിനേറ്റർ ഒരു കാരണവശാലും എന്താവരുത്? 0 ആവരുത്. മക്കളെ, ഡിനോമിനേറ്റർ ആരാടാ? 4 - 3y അല്ലേ? ഡിനോമിനേറ്റർ ആരാ? 4 - 3y അല്ലേ? യെസ്. അപ്പോൾ ഡിനോമിനേറ്റർ ഒരു കാരണവശാലും എന്താവരുത്? 0 ആവരുത്. റെഡി? അപ്പോൾ 4 - 3y എന്ന് പറയുന്ന ആള് എന്താവരുത്? 4 - 3y എന്ന് പറയുന്ന ആള് ഒരു കാരണവശാലും എന്താവരുത്? 0 ആവും. ഇത് എപ്പോഴാണ് 0 ആവുക? ഓക്കെ, 4 - 3yക്ക് ഞാൻ 0 കൊടുത്തു. 4 ഈസ് ഈക്വൽ ടു 3y. y ഈസ് ഈക്വൽ ടു എത്ര വരണം മക്കളെ? 4/3 അല്ലേ? y ഈസ് ഈക്വൽ ടു 4/3 അല്ലേ? y ഈസ് ഈക്വൽ ടു 4/3. അപ്പോൾ yക്ക് 4/3 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടില്ല? നമുക്ക് എക്സ് എലമെന്റ് കിട്ടില്ല. കാരണം എന്താ? ഡിനോമിനേറ്റർ 0 ആയിപ്പോ
അല്ലേ? ഇനി നമ്മുടെ സെറ്റ് വൈയിലേക്ക് നോക്കിയാൽ സെറ്റ് വൈയിൽ ആരാ ഉള്ളത്? സെറ്റ് വൈയിൽ റിയൽ നമ്പേഴ്സാ, എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്. സെറ്റ് വൈയിലെ എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്. നെഗറ്റീവ് നമ്പർ ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, നമ്മുടെ 4/3 ഉണ്ട്, എല്ലാ നമ്പേഴ്സും ഉണ്ട് അല്ലേ? എന്താ പ്രശ്നം? നമ്മൾ ഇവിടെ വൈക്ക് 4/3 എന്ന് പറയുന്ന ആളെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടില്ല? പ്രീ ഇമേജ് കിട്ടില്ല. 4/3 കൊടുത്താൽ നമുക്ക് പ്രീ ഇമേജ് കിട്ടുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, 4/3 കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടില്ല? പ്രീ ഇമേജ് കിട്ടില്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താവില്ല മക്കളെ? ഓൺ ടു ആവില്ല കേട്ടോ. ഇത് ഷോ ദാറ്റ് അല്ല, ചെക്ക് വെദർ ആയിരിക്കും ക്വസ്റ്റ്യൻ. റെഡി? എഴുതിയപ്പോൾ തെറ്റിയതായിരിക്കും. ഓൺ ടു ഫംഗ്ഷൻ അല്ല കേട്ടോ. റെഡി? ഇത്രയേ ഉള്ളൂ. വൈക്ക് നമ്മൾ 4/3 കൊടുത്താലേ, വൈക്ക് നമ്മൾ 4/3 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തില്ലേ, അവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 0 വരും. നമുക്കിവിടെ എന്ത് കിട്ടില്ല? എക്സിന് വാല്യൂ കിട്ടില്ല. റെഡി? ഓക്കെ, അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും ആണ് നമ്മളെ സെറ്റ് ബൈയിലുള്ളത്. ആ കൂട്ടത്തിലുള്ള റിയൽ നമ്പറാണ് ആര്? 4/3 അല്ലേ? അപ്പോൾ 4/3 കൊടുക്കുമ്പോൾ നമുക്ക് 4/3 എന്ത് കിട്ടില്ല? എക്സിന് പ്രീ ഇമേജ് കിട്ടില്ല കേട്ടോ. സോ ഈ ഫംഗ്ഷൻ എന്തല്ല? 1 ആണ്, പക്ഷെ എന്തല്ല? ഓൺ ടു അല്ല കേട്ടോ. ഓക്കെ, യെസ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് 1 x² - 3x + 2 നമ്മൾ a + b + c ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തായിരുന്നു. യെസ്, ലെറ്റ് a is equal to 1 2 3, b is equal to 2 3 4 5. Let a is equal to 1 2 3, b is equal to 2 3 4. f be a function different from a to b. f of x തന്നിട്ടുണ്ട്, set of all x y such that y is equal to x plus 1, y is equal to x plus 1, y is equal to x plus 1. ശ്രദ്ധിക്കുക, f of x is equal to set of all ordered pairs such that y is equal to x plus 1. റെഡി? റൈറ്റ് f in roster form. നമ്മൾ ഫസ്റ്റ് +1 ഡിസ്കസ് ചെയ്താണ് കേട്ടോ. റോസ്റ്റർ ഫോമിൽ എഴുതണം അല്ലേ? എടാ, എക്സിന് 1 കൊടുക്കുമ്പോൾ നോക്കിയേ, y is equal to x plus 1 അല്ലേ? എക്സിന് എനിക്ക് 1 കൊടുക്കാം, എക്സിന് 2 കൊടുക്കാം അല്ലേ? എക്സിന് എനിക്ക് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. കറസ്പോണ്ടിങ്ങിലി എക്സിന് 1 കൊടുക്കുമ്പോൾ മക്കളെ 1 + 1, y എത്രയാ? 2. എക്സിന് 2 കൊടുക്കുമ്പോൾ y എത്ര വരുന്നത്? 2 + 1 3. എക്സിന് 3 കൊടുക്കുമ്പോൾ y എത്ര വരും? 4. റെഡി? എക്സിന് 1 2 3 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന റിലേഷൻ ഞാൻ എഴുതുകയാണ്. 1, 2, 2, 3, 3, 4. റെഡി? അതായത് സെറ്റ് എയിൽ 1 2 3 ആണുള്ളത്, സെറ്റ് ബിയിൽ 2 3 4 5 ആണുള്ളത്. 1 ഇമേജ് 2, 2 ഇമേജ് 3, 3 ഇമേജ് 4. റെഡി? റോസ്റ്റർ ഫോം എഴുതി കേട്ടോ. ചെക്ക് വെദർ എഫ് ഈസ് 1 1 ആൻഡ് ഓൺ ടു. 1 1 ആണോ ഓൺ ടു ആണോ ചെക്ക് ചെയ്യുക മക്കളെ. 1 1 അല്ലേടാ. സെറ്റ് എയിലെ എല്ലാ എലിമെന്റുകൾക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് അല്ലേ? 1 ഇമേജ് 2 ആണ്, 2 ഇമേജ് 3 ആണ്, 3 ഇമേജ് 4 ആണ്, എല്ലാം ഡിഫറെന്റാ. കറക്റ്റ്. ഇത് ഓൺ ടു ആണോ? ഓൺ ടു ആണുള്ള കണ്ടീഷൻ എന്താ? രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലിമെന്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടോ ചെക്ക് ചെയ്യുക. 2 പ്രീ ഇമേജ് ഉണ്ട്, 1 3 പ്രീ ഇമേജ് ഉണ്ട്, 4 ഉണ്ട്. മക്കളെ 5 പ്രീ ഇമേജ് ഉണ്ടോ? 5 അവിടെ ഒറ്റയ്ക്ക് കേട്ടോ, എലോൺ, സ്റ്റാൻഡിങ് എലോൺ. 5 എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. ദാറ്റ് മീൻസ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തല്ല മക്കളെ? ഓൺ ടു അല്ല. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ ചോദിക്കാവുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഫിസിക്സും കെമിസ്ട്രിയും ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള വാസ്തവമാണ്. എന്ത് ചെയ്യുക? മാത്സ് നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് പോകരുത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. ഇതിലെ കൺസെപ്റ്റുകൾ മാത്രമേ ചോദിക്കാറുള്ളൂ. ഓക്കെ, ബൈ.